ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? ആരാണ്? തിരുവിതാംകൂറിലെ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി ആരാ? ആദ്യത്തെ പ്രധാനമന്ത്രി ആരാണ്? അത് രാജ കേശവദാസനാണ് കേട്ടോ. രാജ കേശവദാസനാണ്. രാജ കേശവദാസനാണ്. തിരുവിതാംകൂറിൽ ദിവാൻ എന്ന ഔദ്യോഗിക നാമം സ്വീകരിച്ച ആദ്യത്തെ പ്രധാനമന്ത്രി രാജ കേശവദാസനാണ്. 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ചത് ആരാണ്? 1809 ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന പ്രസിദ്ധ ഗ്രന്ഥം പാർസി ഭാഷയിൽ രചിച്ചത് ആരാണ്? അത് രാജാറാം മോഹൻ റായ് ആണ് കേട്ടോ. അപ്പൊ ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്ന് പറയുന്ന ഗ്രന്ഥം ആരുടെയാണ്? അത് രാജാറാം മോഹൻ റായുടെയാണ്. പ്രസിദ്ധീകരിച്ച വർഷം 1809 ഏത് ഭാഷയിലാണെന്ന് ചോദിച്ചാൽ പാർസി ഭാഷയിലാണ്. പാർസി ഭാഷയിലാണ്. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യത്തെ പ്രസിഡന്റ് ആരാണ്? ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് സൺയാറ്റ്സെൻ ആണ് അല്ലെ. ചൈനീസ് റിപ്പബ്ലിക്കിന്റെ ആദ്യ പ്രസിഡന്റ് എന്ന് പറയുന്നത് സൺയാറ്റ്സെൻ ആണ്. കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായിട്ടാ ബന്ധപ്പെട്ടിരിക്കുന്നത്? കാളിദാസിന് ടൈപ്പ് ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആണ്. ടൈപ്പ് ആണെങ്കിൽ നമുക്ക് നന്നായി അല്ലെ. അപ്പൊ കീഴരിയൂർ ബോംബ് കേസ് ഏത് പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ് കേട്ടോ. ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനമാണ്. കീഴരിയൂർ ബോംബ് കേസ് ക്വിറ്റ് ഇന്ത്യ പ്രസ്ഥാനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി പഴമാണ് എന്ന് പറഞ്ഞ ഗവർണർ ജനറൽ ആരാണ്? 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറി ആണെന്ന് പറഞ്ഞത് ആരാണ്? അത് ഡൽഹൌസി പ്രഭുവാണ് അല്ലെ. 1851 അവധ് ഒരു ദിവസം നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ചെറി ആണെന്ന് പറഞ്ഞത് ഡൽഹൌസി പ്രഭുവാണ്. നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായി അംഗത്വം എടുത്ത രാജ്യം ഏതാണ്? നാറ്റോ സൈനിക സഖ്യത്തിൽ അവസാനമായിട്ട് അംഗത്വം എടുത്ത രാജ്യം സ്വീഡനാണ്. അടുത്തത് മൗസിൻറാമിൽ ഏറ്റവും കൂടുതൽ വാർഷിക മഴ ലഭിക്കാനുള്ള കാരണം ഏതാണെന്ന് 4 ഓപ്ഷൻസ് വായിക്കാമേ. വടക്ക് കിഴക്കൻ മൺസൂൺ മഴ നന്നായി ലഭിക്കുന്നത് കൊണ്ട്, ബംഗാൾ ഉൾക്കടലിൽ ഇടയ്ക്കിടെ ഉണ്ടാകുന്ന ചക്രവാത ചുഴി, ഖാസി കുന്നുകളുടെ സാന്നിധ്യം, മിതോഷ്ണ മേഖലാ പ്രദേശത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട്. ഏതായിരിക്കും വാർഷിക മഴ ഈ മൗസിൻഡ്രമിലെ ഏറ്റവും കൂടുതൽ ലഭിക്കാൻ കാരണം? ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ് കേട്ടോ. ഖാസി കുന്നുകളുടെ സാന്നിധ്യമാണ്. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏതാണെന്ന്. ഇന്ത്യയിലെ തുണി വ്യവസായവുമായി ബന്ധപ്പെട്ട താഴെ നൽകിയിട്ടുള്ള പരാമർശങ്ങളിൽ ശരി ഏതാണ് ശരിയെന്ന് നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടത്. ശരിയാണോ? ഈ ഒരു ഓപ്ഷൻ ശരിയാണോ? ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണോ സ്ഥാപിക്കപ്പെട്ടത്? അതെ, ആ ഒരു ഓപ്ഷൻ ശരിയാണ് കേട്ടോ. ബോംബെയിലും അഹമ്മദാബാദിലുമാണ് ഇന്ത്യയിലെ ആദ്യ തുണിമില്ലുകൾ സ്ഥാപിക്കപ്പെട്ടത്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. ഇത് ശരിയാണോ? ശരിയാണ് അല്ലെ. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ഈ പ്രസ്താവന ശരിയാണോ? 1921 ശേഷം ഉണ്ടായ റെയിൽവേ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചോ? എത്തിച്ചു. ആ ഒരു പ്രസ്താവനയും ശരിയാണ്. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. അത് ശരിയാണോ? ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. ഈ ഒരു പ്രസ്താവനയും ശരിയാണ് കേട്ടോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 4 പ്രസ്താവനകളും ശരിയാണ്. ഷീന ഹായ്. അപ്പൊ എന്താണ് 4 പ്രസ്താവനകൾ നമുക്ക് ഒന്നുകൂടി വായിക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ തുണിമില്ലുകൾ ബോംബെ, അഹമ്മദാബാദ് എന്നിവിടങ്ങളിലാണ് സ്ഥാപിക്കപ്പെട്ടത്. സ്വദേശി പ്രസ്ഥാനം ഇന്ത്യയിലെ പരുത്തിയുടെ ആവശ്യം വർദ്ധിപ്പിച്ചു. 1921 ശേഷം റെയിൽവേയിൽ ഉണ്ടായ വികസനം തുണി വ്യവസായത്തെ പുരോഗതിയിലെത്തിച്ചു. ജലവൈദ്യുത ശക്തിയുടെ ലഭ്യത തമിഴ്നാട്ടിൽ തുണി വ്യവസായം വളരാൻ കാരണമായി. 4 പ്രസ്താവനകളും ശരിയാണ്. ഓക്കെ. തന്നിരിക്കുന്ന നദികളെ കേരളത്തിൽ കൂടി ഒഴുകുന്ന ദൂരത്തിന്റെ അടിസ്ഥാനത്തിൽ വലുതിൽ നിന്നും ചെറുതിലേക്ക് ക്രമപ്പെടുത്തുക കേട്ടോ. ക്രമപ്പെടുത്തുക. അപ്പൊ ഞാൻ ഓപ്ഷൻസ് വായിക്കാം. ഹായ് അന്ന. ഓക്കെ. അപ്പോ ഭവാനി, പാമ്പാർ, കബനി,
പാമ്പാർ, ഭവാനി, കബനി, അതുപോലെ കബനി, ഭവാനി, പാമ്പാർ. ഇത് വലുതിൽ നിന്നും ചെറുതിലേക്ക് എന്ന ക്രമത്തില് ക്രമപ്പെടുത്തിയാൽ എങ്ങനെയായിരിക്കും വരിക? എങ്ങനെയായിരിക്കും? കബനി, പിന്നെ ഏതാ രണ്ടാമത് വരുന്നത്? ഭവാനി, പാമ്പാർ അല്ലെ? കബനിയാണ് ഏറ്റവും വലുത്, പിന്നെ ഭവാനി, പിന്നെ പാമ്പാർ എന്നുള്ള ഒരു ഓർഡറിലാണ് വരുന്നത് അല്ലെ? ഓക്കെ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പട്ടികകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഭൗമാന്തർ ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നും രൂപപ്പെട്ട ശിലയാണ് അവസാദ ശില. ഇത് ശരിയാണോടാ? ഭൗമാന്തർ ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്നാണോ ഈ അവസാദ ശില രൂപപ്പെടുന്നത്? അല്ലല്ലോ അല്ലെ? അവസാദങ്ങൾ നിക്ഷേപിച്ച് പാളികളായിട്ട് രൂപപ്പെടുന്നതാണ്. അപ്പൊ ഈ പ്രസ്താവന തെറ്റാണ് അല്ലെ? തെറ്റാണ്. ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസം ക്രമമായ താപനഷ്ട നിരക്ക്. അത് ശരിയാണോ? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്നതിന് നമ്മൾ ഈ ഒരു നഷ്ടനിരക്ക് എന്നാണോ പറയുന്നത്? അതെ, ശരിയാണ്. ഭൂവൽക്കത്തെയും മാന്റിനെയും വേർതിരിക്കുന്ന മേഖല. ഭൂവൽക്കത്തെയും മാന്റിനെയും വേർതിരിക്കുന്നത് ഏതാ? ഇവിടെ ഗുട്ടൻബർഗ് ആണെന്ന് പറഞ്ഞിരിക്കുന്നു. അത് ശരിയാണോ? ഗുട്ടൻബർഗ് മേഖലയാണോ? അല്ല അല്ലെ? ഏതാണ്? ഏതാ? മൊഹറോവിസ്ക് അല്ലെ? മൊഹറോവിസ്ക് വിച്ഛിന്നതയാണ്. മൊഹറോവിസ്ക് വിച്ഛിന്നതയാണ്. നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരം സമുദ്രജല പ്രവാഹം എന്നറിയപ്പെടുന്നു. അത് ശരിയാണോ? നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരത്തെയാണോ നമ്മൾ സമുദ്രജല പ്രവാഹം എന്ന് പറയുന്നത്? അത് ശരിയാണ് കേട്ടോ. അപ്പൊ അവിടെ ശരിയായ പ്രസ്താവനകൾ നമുക്ക് വായിക്കാമേ. ഒന്നാമത്തെ എന്തായിരുന്നു? ഉയരം കൂടുന്നതിനനുസരിച്ച് ഊഷ്മാവ് കുറയുന്ന പ്രതിഭാസമാണ് ക്രമമായ താപനഷ്ട നിരക്ക് അല്ലെ? ഭൂവൽക്കത്തെയും മാന്റിലിനെയും വേർതിരിക്കുന്നത് മൊഹറോവിസ്ക് മേഖലയാണ് അല്ലെ? ഇനി നിശ്ചിത ദിശയിൽ നിശ്ചിത പാതയിലൂടെയുള്ള സമുദ്രജലത്തിന്റെ സഞ്ചാരമാണ് എന്ത് സമുദ്രജല പ്രവാഹം അല്ലെ? ഇപ്പൊ ഭൗമാന്തർ ഭാഗത്ത് നിന്നുള്ള ശിലാദ്രവ്യത്തിൽ നിന്ന് രൂപപ്പെടുന്ന ശില ഏതാ? അത് ആഗ്നേയ ശിലയാണ് അല്ലെ? ഈ ലാവയുടെ ഒഴുക്കിൽ നിന്നുണ്ടാകുന്ന ശില ഏതാന്ന് ചോദിച്ചാൽ അതേതാ? ആഗ്നേയ ശിലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. താഴെ നൽകിയിട്ടുള്ളവയിലെ ഹരിതഗൃഹ പ്രഭാവത്തിന് കാരണമല്ലാത്ത വാതകം ഓസോൺ, മീഥൈൻ, കാർബൺ ഡയോക്സൈഡ്, നൈട്രജൻ. ഏതാണ്? താഴെ നൽകിയിട്ടുള്ളവയിലെ ഹരിതഗൃഹ വാതകത്തിന് ഉദാഹരണമല്ലാത്തത് നൈട്രജൻ ആണ് അല്ലെ? അപ്പൊ ഓസോൺ, മീഥെയിൻ, കാർബൺ ഡയോക്സൈഡ്, ഇനി നൈട്രസ് ഓക്സൈഡ് ഉണ്ട് അല്ലെ? നൈട്രസ് ഓക്സൈഡ് ഇതെല്ലാം എന്താണ്? ഹരിതഗൃഹ വാതകങ്ങളാണ് അല്ലെ? ഓസോൺ, കാർബൺ ഡയോക്സൈഡ്, മീഥെയിൻ, അതുപോലെ നൈട്രസ് ഓക്സൈഡ്, പിന്നെ നീരാവി ഒക്കെ ഈ ഒരു ഹരിതഗൃഹ വാതകങ്ങളിൽ വരും. ഓക്കെ. ചെനാബ് റെയിൽവേ പാലത്തെ കുറിച്ച് തന്നിരിക്കുന്ന പരാമർശങ്ങളിൽ ശരിയായത് ഏവ? റിസി ജില്ലയിലെ ബാക്കൽ, കൗരി സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇത് ശരിയാണോ? റിസി ജില്ലയിലെ ബാക്കൽ, കൗരി സ്റ്റേഷനുകളെ തമ്മിലാണോ ബന്ധിപ്പിക്കുന്നത് ചെനാബ് പാലം? ചെനാബ് റെയിൽവേ പാലം ശരിയാണ് അല്ലെ? ഇനി 359 മീറ്റർ ഉയരമുള്ള നിർമ്മിതി ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ റെയിൽവേ പാലമാണ്. ഈ ഒരു പ്രസ്താവന ശരിയാണോ? ട്രൂ ആണ് അല്ലെ? ബാരാമുള്ള, ശ്രീനഗർ, ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ് ചെനാബ് പാലം. അത് ശരിയാണോ? ബാരാമുള്ള, ശ്രീനഗർ, ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണോ? അതെ. 1315 മീറ്റർ നീളമുള്ള പാലത്തിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം കൊങ്കൺ റെയിൽവേക്കായിരുന്നു. അത് കറക്റ്റ് ആണോ? കൊങ്കൺ റെയിൽവേക്കായിരുന്നു. അതെ അല്ലെ? അപ്പൊ ഈ 4 പ്രസ്താവനകളും ശരിയാണ്. ഇപ്പൊ നമുക്ക് ശരിയായ പ്രസ്താവനകൾ ഒരിക്കൽ കൂടി പറയാം. റീസി ജില്ലയിലെ ബാക്കൽ, കൗരി സ്റ്റേഷനുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ചെനാബ് റെയിൽവേ പാലം റീസി ജില്ലയിലെ ബാക്കൽ, കൗരി സ്റ്റേഷൻ കേട്ടോ. ബാക്കൽ, കൗരി സ്റ്റേഷൻ. ഇനി അതിന്റെ ഉയരം എത്രയാ? ഉയരം ഈ ചെനാബ് റെയിൽവേ പാലത്തിന്റെ ഉയരം എത്രയാ? ഉയരം അത് 359 മീറ്റർ ആണ് അല്ലെ? 359 മീറ്റർ ആണ്. ഇനി ഏത് റെയിൽവേ പാതയിലാണ് ഈ ചെനാബ് പാലം ഉള്ളത്? ഏത് റെയിൽവേ പാതയിലാ? ബാരാമുള്ള, ശ്രീനഗർ, ഉദ്ധംപൂർ റെയിൽവേ പാതയിൽ അല്ലെ? ബാരാമുള്ള, ശ്രീനഗർ, ഉദ്ധംപൂർ റെയിൽവേ പാതയിലാണ്. ഇനി ഇതിന്റെ പ്രധാന നിർമ്മാണ മേൽനോട്ടം ആരാണ് വഹിച്ചത്? പ്രധാന നിർമ്മാണ മേൽനോട്ടം ആരാണ് വഹിച്ചത്? അത് കൊങ്കൺ റെയിൽവേ ആണ് അല്ലെ? കൊങ്കൺ റെയിൽവേ ആണ്. ഇനി ഇവിടെ നീളം പറയുന്നുണ്ട്. നീളം എത്രയാണെന്നാ പറയുന്നത്? നീളം എത്രയാണെന്നാ പറയുന്നത്? നീളം ചെനാബ് റെയിൽവേ പാലത്തിന്റെ നീളം പറയുന്നുണ്ട്. അത് എത്രയാ? 1315 അല്ലെ? 1315 കേട്ടോ. അപ്പൊ ഉയരം ചോദിച്ചാൽ 315 ആണ്. 1315. ഉയരം ചോദിച്ചാൽ 359. നീളം ചോദിച്ചാൽ 1315. ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാ? ഇന്ത്യൻ ആസൂത്രണത്തിന്റെ പിതാവ് അത് ആരാ? പിതാവ് ആരാ? പിതാവാണോ മഹൽനോബിസ്? അല്ലല്ലോ, ശില്പിയല്ലേ മഹൽനോബിസ്. പിതാവ് ആരാ? പിതാവ് എം വിശ്വേശ്വരയ്യയാണ് അല്ലെ? എം വിശ്വേശ്വരയ്യ ആണ്.
ഇനി പ്രതിശീർഷ വരുമാനം എന്ന് പറഞ്ഞാൽ എന്താണ്? ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണോ? ആകെ ജനസംഖ്യയെ ദേശീയ വരുമാനം കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണോ? അതോ ആകെ ജനസംഖ്യയെ ആകെ തൊഴിലാളികളുടെ എണ്ണം കൊണ്ട് ഹരിക്കുമ്പോഴാണോ കിട്ടുന്നേ പ്രതിശീർഷ വരുമാനം? പ്രതിശീർഷ വരുമാനം മൊത്ത ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോൾ കിട്ടുന്നതാണ് അല്ലെ? ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കേട്ടോ. ദേശീയ വരുമാനത്തെ ആകെ ജനസംഖ്യ കൊണ്ട് ഹരിക്കുമ്പോഴാണ് എന്ത് കിട്ടുക? പ്രതിശീർഷ വരുമാനം. ഒരു നിശ്ചിത കാലത്തേക്ക് സാധാരണ നികുതിക്ക് മേൽ ചുമത്തുന്ന അധിക നികുതിയെ നമ്മൾ എന്താ പറയാ? സാധാരണ നികുതിക്ക് മേൽ നികുത്തുന്ന അധിക നികുതി. അധിക നികുതി എപ്പോഴും എന്താ? ആ ആം, അതല്ലാണ്ട് നമ്മൾ കുറെ പ്രത്യേക നികുതികൾ പഠിക്കുന്നുണ്ടല്ലോ. ഈ സർചാർജ് അല്ലെ? സർചാർജ് കേട്ടോ. അപ്പൊ ഇവിടെ അധിക നികുതി എന്ന് പറയുമ്പോൾ സർചാർജാ. എന്തേലും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണെങ്കിൽ എന്താ? അത് സെസ് ആണ് അല്ലെ? പ്രളയമൊക്കെ ഉണ്ടായപ്പോ സെസ്, പ്രളയ സെസ് എന്ന് പറഞ്ഞിട്ട് പിരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ? അപ്പൊ സെസ് എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും പ്രത്യേക ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. ഇവിടെ സാധാരണ ചുമത്തുന്ന നികുതിയുടെ മേൽ ചുമത്തുന്ന അധിക നികുതികളാണ് എന്ത്? സർചാർജ് കേട്ടോ. സർചാർജ്. സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ച പഞ്ചവത്സര പദ്ധതി ഏതായിരുന്നു? സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തില് 10 50, 9 എന്ന് പഠിച്ചു വെക്കണം അല്ലെ? 9-ാം പഞ്ചവത്സര പദ്ധതിയാണ് കേട്ടോ. 9-ാം പഞ്ചവത്സര പദ്ധതിയാണ്. 9-ാം പഞ്ചവത്സര പദ്ധതിയാണ് സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വർഷത്തിൽ ആരംഭിച്ചത് അല്ലേ? ഇനി താഴെ പറയുന്നവരെ ശരിയായത് ഏത്? വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്. തിരിഞ്ഞുപോയി, കുഴപ്പമില്ല. വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ് ഇത് കറക്റ്റ് ആണോ? വാഗുൽ കമ്മിറ്റി ശരിയാണ് കേട്ടോ. വാഗുൽ കമ്മിറ്റി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ മണി മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു കമ്മിറ്റിയാണ് വാഗുൽ കമ്മിറ്റി, ഇന്ത്യൻ മണി മാർക്കറ്റ്. ഇനി ശിവരാമൻ കമ്മിറ്റി, ശിവരാമൻ കമ്മിറ്റി അത് പറഞ്ഞത് എല്ലാ പരീക്ഷയ്ക്കും ഒട്ടുമിക്കാലും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് അല്ലെ? ശിവരാമൻ കമ്മിറ്റി ഏതിന്റെ ഇതുമായി ബന്ധപ്പെട്ട? അതെ, നബാർഡ്, നബാർഡിന്റെ രൂപീകരണം കേട്ടോ. നബാർഡിന്റെ രൂപീകരണം. ഇനി കാർവേ കമ്മിറ്റി ആണെങ്കിലോ? കാർവേ കമ്മിറ്റി ആണെങ്കിലോ? കാർവേ കമ്മിറ്റി, കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായം കേട്ടോ. അപ്പൊ ഇവിടെ തന്നിരിക്കുന്ന 3 കറക്റ്റ് ആണ്. വാഗുൽ കമ്മിറ്റിയാണ് നമുക്ക് ഇത്തിരി ഡൗട്ട് അറിയാത്തതുണ്ടായിരുന്നു അല്ലെ? അപ്പൊ വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ആണ് കേട്ടോ. ഇന്ത്യൻ മണി മാർക്കറ്റ് ആണ്. ശിവരാമൻ കമ്മിറ്റി നബാർഡ്, കാർവേ കമ്മിറ്റി ചെറുകിട വ്യവസായം. അറിയാമായിരുന്നല്ലേ? അറിയാമായിരുന്നു. ഓക്കെ. ആ ഓക്കെ ഓക്കെ. അപ്പൊ വാഗുൽ കമ്മിറ്റി ഇന്ത്യൻ മണി മാർക്കറ്റ് ആണ് അല്ലെ? ഓക്കെ. അപ്പൊ എനിക്കത് അത്ര അറിയില്ലായിരുന്നു കേട്ടോ. ഓക്കെ. അപ്പൊ യോഗക്ഷേമം വഹാമ്യഹം എന്ന് പറയുന്നത് ഏത് ഇൻഷുറൻസ് കമ്പനിയുടെ ആപ്തവാക്യമാണ്? യോഗക്ഷേമം വഹാമഹ്യം എന്ന് പറയുന്നത് LICയുടെ ആണ്. LIC ആണ് കേട്ടോ. യോഗക്ഷേമം വഹാമഹ്യം LIC. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A-യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ പറയണം കേട്ടോ. ഞാൻ 4 ഓപ്ഷൻസ് വായിക്കാം. തൊഴിൽ കരം അടയ്ക്കുക. തൊഴിൽ കരം അടയ്ക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മൗലിക കടമയാണോ? തൊഴിൽ കരം അടയ്ക്കാൻ ഉണ്ടോ? ഇല്ല അല്ലെ? ഇല്ല. അനാഥരായ കുട്ടികളെ സഹായിക്കുക. നമ്മുടെ 11 മൗലിക കടമകളിൽ ഇത് വരുന്നുണ്ടോ? തൊഴിൽ കരം അടയ്ക്കൽ വരുന്നില്ല. അനാഥരായ കുട്ടികളെ സഹായിക്കാൻ അവിടെ പറയുന്നുണ്ടോ? ഉണ്ടോ? മൗലിക കടമകളിൽ അങ്ങനെ പറയുന്നില്ല. കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലയിൽ പണി എടുപ്പിക്കാതിരിക്കുക. അത് പറയുന്നുണ്ടോ? ഇല്ല. വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. ഇതൊക്കെ 11 വരുന്നുണ്ടോ? ഇല്ല. ഇതൊന്നും വരുന്നില്ല. തൊഴിൽ കരം അടയ്ക്കുക, അനാഥരായ കുട്ടികളെ സഹായിക്കല്, കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലയിൽ പണിയെടുപ്പിക്കാതിരിക്കല്, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. ഇതൊന്നും വരുന്നില്ല കേട്ടോ. അപ്പൊ ഇതൊന്നും മൗലിക കടമകളിൽ പെട്ടതല്ലേ? പെട്ടതല്ല. അപ്പൊ നമുക്ക് ഇവിടെ നിന്ന് എന്തൊക്കെ പഠിച്ചു വെക്കാം? മൗലിക കടമകളെ കുറിച്ച് പറയുന്ന ഭരണഘടനാ ഭാഗം ഏതാണ് ഭരണഘടനാ ഭാഗം? അത് 4A ആണ് അല്ലെ? 4A. ഇനി ആർട്ടിക്കിൾ ചോദിച്ചാലോ? ആർട്ടിക്കിൾ ചോദിച്ചാൽ ഏതാ? ആർട്ടിക്കിൾ ചോദിച്ചാൽ 51A ആണ് അല്ലെ? 51A ആണ്. ഏത് രാജ്യത്തിൽ നിന്നും കടമെടുത്തു? ഏത് രാജ്യത്തിൽ നിന്നും മൗലിക കടമകൾ കടമെടുത്തു? USSR. ഇനി ഏത് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ മൗലിക കടമകൾ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയോട് ചേർത്തത് എന്ന് ചോദിച്ചാലോ ഏത് കമ്മിറ്റിയുടെയാ? സ്വരൺ സിംഗ് കമ്മിറ്റി അല്ലെ? ഇനി മൗലികാവകാശങ്ങൾ എന്നാണ് ഇന്ത്യൻ ഭരണഘടനയിൽ കൂട്ടിച്ചേർത്തത്? എന്നായിരുന്നു? ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെ ആയിരുന്നു? 42-ാം ഭരണഘടനാ ഭേദഗതി 1976 അല്ലെ? 42-ാം ഭരണഘടനാ ഭേദഗതി 1976 അപ്പോ ഇനി നമ്മളോട് ഇവിടെ നിന്ന് ഇങ്ങനെ ചോദിക്കുകയാണ്, ഭരണഘടന നിലവിൽ വന്നപ്പോൾ ഭരണഘടനയിലെ 10 മൗലിക കടമകൾ ഉണ്ടായിരുന്നു. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ? ഉണ്ടായിരുന്നോ?
ട്രൂ ആണോ കാളിദാസേ? ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണെന്ന് പറഞ്ഞേ? ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാ? 1950 ജനുവരി 26-നായിരുന്നു അല്ലെ? അന്ന് നമുക്ക് ഈ മൗലിക കടമകൾ ഉണ്ടായിരുന്നോ? അന്നുണ്ടായിരുന്നു. ഇല്ല. 42-ാം ഭേദഗതി 1976-ലല്ലേ നമ്മൾ ചേർത്തത് അല്ലെ? അപ്പൊ 1976 76 42-ാം ഭരണഘടനാ ഭേദഗതിയിലാണ് 10 മൗലിക കടമകൾ ചേർക്കുന്നെ. അതിനു മുന്നേ എന്തില്ല? ഇങ്ങനെ ഒരു ഭാഗം ഇല്ല. 4 എന്നൊരു ഭാഗം ഭരണഘടനയിൽ ഇല്ലായിരുന്നു അല്ലെ? അപ്പൊ 4 എന്ന ഭരണഘടനാ ഭാഗം ചേർത്തത് 42-ാം ഭരണഘടനാ ഭേദഗതിയിലാണ്. 1976-ലാണ്. പിന്നെ ഈ 11-ാമത്തെ ഭരണഘടനാ ഭേദഗതി ചേർത്ത എപ്പഴാ? അല്ല സോറി, ഈ മൗലിക കടമകൾ ചേർത്തത് എപ്പഴാ? 11-ാമത്തെ മൗലിക കടമ ചേർത്തത്? അത് 2002-ലെ 86-ാം ഭേദഗതിയിലൂടെയാണ് അല്ലെ? അപ്പൊ നിലവിൽ ഇപ്പൊ 11 മൗലിക കടമകളാണുള്ളത്. 11 മൗലിക കടമകളുണ്ട് അല്ലെ? ഈ 11-ാമത്തെ മൗലിക കടമ എന്തായിരുന്നു? 11-ാമത്തെ മൗലിക കടമ എന്തായിരുന്നു? ആ. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നതാണ് കൂട്ടിച്ചേർത്തത് അല്ലെ? കൂട്ടിച്ചേർത്തത്. ഓക്കെ. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലോട്ട് പോവാം. ഭരണഘടനയുടെ 27-ാം വകുപ്പിൽ എന്താണ് പറയുന്നതെന്ന്? ഇവിടെ മാച്ച് ദ ഫോളോയിങ് ആണ് കേട്ടോ. ഭരണഘടനയുടെ 27-ാം വകുപ്പിൽ എന്താ പറയുന്നേ? എന്താ പറയുന്നേ? ഇതെവിടെയാ വരുന്നത്? 27 ഒക്കെ എവിടെയാ വരുന്നത്? നമ്മുടെ മൗലിക അവകാശങ്ങളിലാണ് അല്ലെ? ആ മൗലിക അവകാശങ്ങളിൽ വരുന്നവയാണ്. അതായത് മതപരമായ സ്വാതന്ത്ര്യങ്ങൾ അല്ലെ? അവിടെ പറയാണ്, എന്താ പറയുന്നത്? മതസ്ഥാപനങ്ങൾ വിനിയോഗിക്കുന്ന പണത്തിലെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്ന അനുച്ഛേദാണ് 27 അല്ലെ? മതസ്ഥാപനങ്ങൾ അല്ലെ? മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏത്? 27 അല്ലെ? 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് അല്ലെ? 25-ൽ എന്താ പറയുന്നത്? ഇഷ്ടമുള്ള മതത്തില് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്യാം അല്ലെ? 26-ൽ പറഞ്ഞത് മതസ്ഥാപനങ്ങൾ ആരംഭിക്കാം അല്ലെ? മതസ്ഥാപനങ്ങൾ ആരംഭിക്കാം. 27-ല് പറയാണ്, 27-ൽ എന്താ പറയുന്നത്? മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന പണത്തിനെ നികുതിയിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്നു. പിന്നെ പറയുന്നത് എന്താ? ഈ ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിന് കീഴിലോ ഗവൺമെന്റ് നടത്തുന്നതോ ആയ ഭരണ സ്ഥാപനങ്ങളില് അല്ലെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ എന്ത് ചെയ്യാൻ പാടില്ല? മതത്തെ പഠിപ്പിക്കാൻ പാടില്ല അല്ലെ? മതബോധനം നടത്താൻ പാടില്ല. മതബോധനം നടത്താൻ പാടില്ല. അപ്പൊ അതായിരുന്നു 25 മുതൽ 28 അല്ലെ? ഈ മതസ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നതായിരുന്നു. അതന്നെ. അപ്പൊ 25 എന്തായിരുന്നു? നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം, ആചരിക്കാം, പ്രചരിപ്പിക്കാം അല്ലെ? വിശ്വസിക്കാം, ആചരിക്കാം, പ്രചരിപ്പിക്കാം. 25. 26-ൽ എന്താ പറയുന്നേ? 26-ൽ പറയുന്നത് മതസ്ഥാപനങ്ങൾ ആരംഭിക്കാം അല്ലെ? മതസ്ഥാപനങ്ങൾ ആരംഭിക്കാം. 27 പറഞ്ഞു മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന പണത്തില് നികുതി അടയ്ക്കണ്ട. നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 28-ൽ എന്താണ് പറയുന്നത്? ഗവൺമെന്റിന്റെ നിയന്ത്രണത്തിലുള്ളവയും ഗവൺമെന്റ് നടത്തുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളില് മതബോധനം നടത്താൻ പാടില്ല. അതായിരുന്നു അവിടെ 4 അപ്പൊ നമ്മുടെ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഭരണഘടനയുടെ 18-ാം വകുപ്പിൽ എന്താ പറയുന്നത്? ആർട്ടിക്കിൾ 18-ല്. ആർട്ടിക്കിൾ 18-ൽ എന്താ പറയുന്നേ? എന്താ പറയുന്നേ? ആർട്ടിക്കിൾ 18-ൽ എന്താ പറയുന്നേ? 18 എന്തായിരുന്നു? നമ്മുടെ മൗലിക അവകാശങ്ങളിൽ തന്നെ വരുന്നതായിരുന്നു അല്ലെ? ഏതായിരുന്നു? ആ ഈ ആഹ് സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് അല്ലെ? സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ്. പദവികൾ നിർത്തലാക്കുക അല്ലെ? പദവികൾ നിർത്തലാക്കുക. പദവികൾ നിർത്തലാക്കുക. ഓക്കെ. ഇനി ഭരണഘടനയുടെ 13-ാം വകുപ്പിൽ എന്താ പറയുന്നേ? 13-ാം വകുപ്പില്. 13-ാം വകുപ്പിൽ എന്താ പറയുന്നേ? എന്താ? ജുഡീഷ്യൽ റിവ്യൂ അല്ലെ? ജുഡീഷ്യൽ റിവ്യൂ ആണ് ഇവിടെ പറയുന്നത്. 13-ാം വകുപ്പിൽ പറയുന്നത്. ഇനി 226 കൊടുത്തിട്ടുണ്ട്. 226. 226-ൽ എന്താ പറയുന്നേ? 226-ല് ഹൈക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം അല്ലെ? ഹൈക്കോടതികൾക്ക് റിട്ടുകൾ പുറപ്പെടുവിക്കാം. അപ്പൊ ഇവിടെ ഇങ്ങനെ ചേരുംപടി ചേർക്കാനായിരുന്നു. ഏതൊക്കെയാ ചോദിച്ചത്? 27 ചോദിച്ചു. 27 മതസ്ഥാപനങ്ങൾക്ക് വേണ്ടി മുടക്കുന്ന പണത്തിന് നികുതിയിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. 27. പിന്നെ പറഞ്ഞത് 18 പദവികൾ നിർത്തലാക്കുന്ന കാര്യം. പിന്നെ പറഞ്ഞത് 13 ജുഡീഷ്യൽ റിവ്യൂ. 226 ഹൈക്കോടതിയുടെ റിട്ട് അധികാരം അല്ലെ? ഹൈക്കോടതിയുടെ റിട്ട് അധികാരം.
ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ പൗരത്വവുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്ന് പറയാം. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പൗരന്മാരാകും. ഈ പ്രസ്താവന ശരിയാണോ? ഏതെങ്കിലും ഒരു ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ ആകും അല്ലെ. അതിനെന്ത് പറയും? പ്രദേശ സംയോജനം വഴിയാണെന്ന് പറയും അല്ലെ. അപ്പൊ ഈ പ്രസ്താവന ശരിയാണ്. പ്രാദേശിക സംയോജനം അല്ലെ. ഏതെങ്കിലും ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ട് ഇന്ത്യൻ പൗരന്മാരാകും. ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ ഒരു കുട്ടി വിദേശത്താണ് ജനിക്കുന്നതെങ്കിൽ പോലും ആ സമയത്ത് പിതാക്കളിൽ ഒരാളെങ്കിലും ഇന്ത്യൻ പൗരനാണെങ്കിൽ ആ കുട്ടിക്ക് ഇന്ത്യൻ പൗരത്വം ലഭിക്കും. അത് ശരിയാണോ? ശരിയാണ് അല്ലെ. ഒരു കുട്ടി വിദേശത്ത് ജനിച്ചാൽ കൂടി ആ കുട്ടിയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ പൗരനാണെങ്കിൽ എന്ത് ചെയ്യും? ആ കുട്ടിയെ ഇന്ത്യൻ പൗരനായിട്ട് കണക്കാക്കും. ഇനി അടുത്ത് നോക്ക്, ഭരണഘടനയുടെ ഭാഗം 3-ൽ 5 മുതൽ 11 വരെയുള്ള വകുപ്പുകളാണ് പൗരത്വത്തെ കുറിച്ച് പറയുന്നത്. ആണോ? ഭാഗം 3-ലല്ല അല്ലെ. ഭാഗം 2-ലാ. ഭരണഘടനയുടെ ഭാഗം 2-ൽ 5 മുതൽ 11 വരെ ആർട്ടിക്കിളാണ് അല്ലെ. അപ്പൊ ആ പ്രസ്താവന തെറ്റാണ്. ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെ കുറിച്ച് നിയമം ഉണ്ടാക്കാൻ അധികാരം. ഇത് ശരിയാണോ? ഇന്ത്യൻ പാർലമെന്റിനാണോ? ആണ് അല്ലെ. അപ്പൊ ഇവിടെ പറഞ്ഞ 3 പ്രസ്താവനകൾ ശരിയായിരുന്നു. ഏതൊക്കെയാ? ഏതെങ്കിലും ഒരു ഭൂപ്രദേശം ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുകയാണെങ്കിൽ അവിടുത്തെ ജനങ്ങൾ സ്വാഭാവികമായിട്ടും ഇന്ത്യൻ പൗരന്മാരാകും. ഇനി ഒരു കുട്ടി വിദേശത്ത് ജനിക്കുകയാണെങ്കിൽ ആ സമയത്ത് കുട്ടിയുടെ മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഇന്ത്യൻ ആണെങ്കിൽ ആ കുട്ടിക്കും ഇന്ത്യൻ പൗരത്വം ലഭിക്കും. ഇനി എവിടെയാണ് ഈ പൗരത്വത്തെ കുറിച്ച് പറയുന്നത്? ഭരണഘടനയുടെ ഭാഗം 2-ൽ 5 മുതൽ 11 വരെയുള്ള ആർട്ടിക്കിളിലാണ് പറയുന്നത് അല്ലെ. ഇനി ഇന്ത്യൻ പാർലമെന്റിനാണ് പൗരത്വത്തെ കുറിച്ച് നിയമങ്ങൾ നിർമ്മിക്കാനുള്ള അധികാരം ഉള്ളത് അല്ലെ. അധികാരം ഉള്ളത്. ഇന്ത്യൻ ഭരണഘടനയുടെ 86-ാം ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് പറയാം കേട്ടോ. 86-ാം ഭേദഗതി നമ്മൾ പറഞ്ഞേ ഉള്ളൂ. അപ്പൊ പ്രസ്താവനകൾ കേട്ടു നോക്ക്. 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. ശരിയാണോ ഈ കാര്യം? 86-ാം ഭേദഗതിയിൽ കൂട്ടിച്ചേർത്തോ? ശരിയാണ് അല്ലെ. വിദ്യാഭ്യാസം മൗലിക അവകാശമാക്കിക്കൊണ്ടുള്ള 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. പ്രാഥമിക വിദ്യാഭ്യാസം ഈ ഭേദഗതിയിലൂടെ മൗലിക അവകാശമാക്കി മാറ്റി. ശരിയാണോ? ശരിയാണ് അല്ലെ. മൗലിക അവകാശമാക്കിയിട്ട് വിദ്യാഭ്യാസത്തെ മാറ്റി. 6-നും 14-നും ഇടയിൽ പ്രായമുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം നൽകണം എന്ന് വ്യവസ്ഥ ചെയ്തു. ശരിയാണോ? ശരിയാണ് അല്ലെ. ശരിയാണ്. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പുമായി ബന്ധപ്പെട്ടതാണ് ഈ ഭേദഗതി. ഈ ഭേദഗതിയിൽ നിർദ്ദേശക തത്വങ്ങളിൽ 45-ാം വകുപ്പിൽ എന്തെങ്കിലും ഭേദഗതി വരുത്തിയിട്ടുണ്ടോ? ഉണ്ട് അല്ലെ. അവിടെ എന്താ പറയുന്നത്? 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സംരക്ഷണം മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്നുണ്ട് അല്ലെ. കടമയാണെന്ന് പറയുന്നുണ്ട് അല്ലെ. അപ്പൊ അത് നിർദ്ദേശക തത്വങ്ങളിലാണ് പറയുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ ഓപ്ഷൻസ്? ഈ 4 ഓപ്ഷൻസും ശരിയാണ് കേട്ടോ. 86-ാം ഭേദഗതിയിലൂടെ 21A എന്ന വകുപ്പ് കൂട്ടിച്ചേർത്തു. ശരി. ഏതാ വർഷം? 2002. പ്രാഥമിക വിദ്യാഭ്യാസത്തെ മൗലിക അവകാശമാക്കിക്കൊണ്ട് 21A എന്ന ആർട്ടിക്കിൾ കൂട്ടിച്ചേർത്തു. ശരി. പിന്നെന്തായിരുന്നു? 6-നും 14-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് സൗജന്യവും നിർബന്ധിതവുമാക്കി അല്ലെ. വിദ്യാഭ്യാസം സൗജന്യവും നിർബന്ധിതവുമാക്കി. നിർദ്ദേശക തത്വങ്ങളിലെ 45-ാം വകുപ്പും ഈ ഭേദഗതിയുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ശരിയാണ്. ഇനി ധനകാര്യ കമ്മീഷന്റെ വകുപ്പ് പറഞ്ഞേ. വീണ്ടും ചേരുംപടി ചേർക്കാനാണ് കേട്ടോ. ധനകാര്യ കമ്മീഷന്റെ വകുപ്പ് പറഞ്ഞേ. ധനകാര്യ കമ്മീഷൻ ഏതായിരിക്കും? 250 കറക്റ്റ് ആണ്. ഇലക്ഷൻ കമ്മീഷന്റെ ആർട്ടിക്കിൾ ഏതാ? ഇലക്ഷൻ കമ്മീഷൻ കറക്റ്റ് ആണ്. 324 ആണ്. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ CAGയുടെ വകുപ്പ് ഏതാ? 86 CAG 148 അല്ലെ. 148 ആണ് അല്ലെ. കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ 148 മുതൽ 151 വരെയായിരുന്നു അല്ലെ. അപ്പൊ 148 ആണ്. ഇനി അറ്റോർണി ജനറൽ അത് ഏകദേശം ഈ 86-ന്റെ അടുത്തൊക്കെ വരുന്ന ഒരു സംഖ്യയാണ് അല്ലെ. അറ്റോർണി ജനറൽ ചെറിയൊരു ചേഞ്ച് വരുത്തിയാൽ മതി. ഏതാ? അങ്ങനെയല്ല. 76 കേട്ടോ. 76. അപ്പൊ നമുക്ക് ഒന്നുകൂടി പറയാം. ധനകാര്യ കമ്മീഷൻ 280, ഇലക്ഷൻ കമ്മീഷൻ 324 അല്ലെ. 324 ഇലക്ഷൻ കമ്മീഷൻ. CAG
CAG-യുടെ ആർട്ടിക്കിൾ ഏതായിരുന്നു? 148 അല്ലെ? 148. പിന്നെ അറ്റോർണി ജനറൽ ആയിരുന്നു ഏത്? അറ്റോർണി ജനറൽ 76. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായ പ്രസ്താവനകൾ ഏവ? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്ത വിഷയങ്ങളാണ് അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നത്. ശരിയാണോ? കേന്ദ്ര സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ പെടാത്തതാണോ അവശിഷ്ടാധികാരം? ആണ്. ശരിയാണ്. സൈബർ നിയമങ്ങൾ ഈ അവശിഷ്ടാധികാരങ്ങളിൽ പെടുന്നവയാണ്. ആണോ? ആണ്. ശരിയാണ്. അവശിഷ്ടാധികാരങ്ങളിൽ നിന്നും നിയമം നിർമ്മിക്കാൻ കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റുകൾക്കും അധികാരമുണ്ട്. ഉണ്ടോ? ഉണ്ടോ? കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റിനും ഉണ്ടോ? ഇല്ല. ആർക്ക് മാത്രമേ ഉള്ളൂ? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ. അല്ലെ? കേന്ദ്ര ഗവൺമെന്റിന് മാത്രമേ ഉള്ളൂ. അപ്പൊ ആ പ്രസ്താവന തെറ്റിപ്പോയി. ഇനി അവശിഷ്ടാധികാരം എന്ന ആശയം ഇന്ത്യ കടമെടുത്തത് കാനഡയിൽ നിന്നുമാണ്. ശരിയാണോ? ശരിയാണ് അല്ലെ? അപ്പൊ അവശിഷ്ടാധികാരങ്ങളെ കുറിച്ച് എന്തൊക്കെയായിരുന്നു? കേന്ദ്ര, സംസ്ഥാന സംയുക്ത ലിസ്റ്റുകളിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളാണ് എവിടെ ഉൾപ്പെടുന്നത്? അവശിഷ്ടാധികാരങ്ങളിൽ അല്ലെ? ഇതിന് ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ. പിന്നെ പറഞ്ഞത് എന്താ? ഈ ഒരു അവശിഷ്ടാധികാരത്തിന്മേൽ നിയമനിർമ്മാണത്തിനുള്ള അധികാരം കേന്ദ്ര ഗവൺമെന്റിനാണ്. ഇനി ഇത് കടമെടുത്തത് കാനഡയിൽ നിന്നാണ് അല്ലെ? അവശിഷ്ടാധികാരം എന്ന ആശയം കടമെടുത്തത് കാനഡയിൽ നിന്നാണ്. അവിടെ ആർട്ടിക്കിൾ കൂടി പഠിച്ചു വെക്കണം കേട്ടോ. അവശിഷ്ടാധികാരങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? അവശിഷ്ടാധികാരങ്ങളെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാ? 100 ആണോ? അല്ല. 248 കേട്ടോ. 148 ഇപ്പൊ നമ്മൾ കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ പഠിച്ചില്ലേ? ആ 1 മാറ്റിയിട്ട് 2 കൊടുത്തു കഴിഞ്ഞാൽ 248 ആവുമ്പോ അത് അവശിഷ്ടാധികാരങ്ങളാണ് കേട്ടോ. 248 അവശിഷ്ടാധികാരങ്ങളാണെങ്കിൽ 148 CAG ആണ്. CAG ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്ക്. പാർലമെന്ററി സമ്പ്രദായത്തിന്റെ സവിശേഷതകളിൽ പെടാത്തവ ഏത്? കൂട്ടുത്തരവാദിത്തം. ഇത് ശരിയാണോ? കൂട്ടുത്തരവാദിത്തം പാർലമെന്ററി സമ്പ്രദായത്തിന്റെ പ്രത്യേകതയാണോ? ആണ് അല്ലെ? കൂട്ടുത്തരവാദിത്തം പാർലമെന്ററി സമ്പ്രദായത്തിന്റെ പ്രത്യേകതയാണ്. പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും നിയമനിർമ്മാണ സഭ അംഗങ്ങളാണ്. ആണോ? ഈ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളാണോ പ്രധാനമന്ത്രിയും മറ്റു മന്ത്രിമാരും? ആണ്. ശരിയാണ്. മന്ത്രിസഭയ്ക്ക് നിയമനിർമ്മാണ സഭയോട് ഉത്തരവാദിത്തം ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവോ? ഉണ്ടായിരിക്കുകയില്ല എന്ന് പറഞ്ഞാൽ ശരിയാവില്ല അല്ലെ? അത് തെറ്റാണ്. ഉണ്ടായിരിക്കും. മന്ത്രിസഭയ്ക്കും നിയമനിർമ്മാണ സഭയ്ക്കും നിയമനിർമ്മാണ സഭയോടാണ് ഈ മന്ത്രിമാർക്കും പ്രധാനമന്ത്രിക്കും ഉത്തരവാദിത്തം ഉള്ളത് അല്ലെ? ഇനിയും പാർലമെന്ററി സമ്പ്രദായത്തിൽ യഥാർത്ഥ ഭരണാധികാരിയും നാമമാത്രമായ ഭരണാധികാരിയും ഉണ്ടായിരിക്കും. ഉണ്ടായിരിക്കോ? ഈ പാർലമെന്ററി സമ്പ്രദായത്തിൽ അതുണ്ടോ? നോമിനൽ ആൻഡ് റിയൽ എക്സിക്യൂട്ടീവ് ഉണ്ടോ? ഉണ്ട് അല്ലെ? നമ്മുടെ ഇന്ത്യയിലും ഉണ്ടല്ലോ. നോമിനൽ എക്സിക്യൂട്ടീവ് ആയിട്ട് നമുക്ക് രാഷ്ട്രപതി ഉണ്ട്. എന്നാൽ റിയൽ എക്സിക്യൂട്ടീവ് ആയിട്ട് ആരുണ്ട് അവിടെ? പ്രധാനമന്ത്രി ഉണ്ട് അല്ലെ? പ്രധാനമന്ത്രി ഉണ്ട്. അപ്പൊ പാർലമെന്ററി വ്യവസ്ഥയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാ? കൂട്ടുത്തരവാദിത്തം അല്ലെ? കളക്റ്റീവ് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. പ്രധാനമന്ത്രിയും മന്ത്രിമാരും മന്ത്രിസഭയോട് കടപ്പെട്ടവരായിരിക്കും അല്ലെ? മന്ത്രിസഭയോട് കടപ്പെട്ടവരായിരിക്കും. ഇനിയാണെങ്കിലോ അവിടെ നോമിനൽ ഹെഡും റിയൽ ഹെഡും ഉണ്ട് അല്ലെ? നോമിനൽ ഹെഡും റിയൽ ഹെഡും ഉണ്ട്. ഈ പ്രധാനമന്ത്രിയും മന്ത്രിസഭാ അംഗങ്ങളും എവിടത്തെ അംഗങ്ങളാ? നിയമസഭയിലെ അംഗങ്ങളായിരിക്കും അല്ലെ? പ്രധാനമന്ത്രിയും മന്ത്രിസഭയിലെ മന്ത്രിമാരും എവിടത്തെ അംഗങ്ങളായിരിക്കും? നിയമസഭയിലെ അംഗങ്ങൾ ആയിരിക്കും. ഓക്കെ. അടുത്തത് ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞേ. ഓപ്പറേഷൻ അമൃത് എന്തുമായി ബന്ധപ്പെട്ടതാ? ആ ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം. മെഡിസിനുമായി ബന്ധപ്പെട്ടതാ അല്ലെ? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ കുറുപ്പടിയില്ലാതെ മരുന്ന് വിറ്റാൽ നടപടി എടുക്കുക. അതാണ് ഈ ഓപ്പറേഷൻ അമൃത് അല്ലെ? അപ്പൊ കുറുപ്പടിയില്ലാതെ മരുന്നുകൾ വിൽക്കാൻ പാടില്ല. അത് തടയുന്ന ഒരു ഓപ്പറേഷനാണ് എന്ത്? ഓപ്പറേഷൻ അമൃത്. അത് എന്തിനു വേണ്ടിയിട്ടാ? ആന്റിബയോട്ടിക്കുകളുടെ അമിത ഉപയോഗം തടയാൻ വേണ്ടിയിട്ട്. അപ്പോ കേരള പബ്ലിക് സർവീസ് കമ്മീഷന് ചെയർമാൻ ആയിട്ടില്ലാത്ത വ്യക്തി. ആയിട്ടില്ലാത്ത വ്യക്തി കേട്ടോ. കേരള പബ്ലിക് സർവീസ് കമ്മീഷന് ചെയർമാൻ ആയിട്ടില്ലാത്ത. ഞാൻ 4 ആൾക്കാരെ വായിക്കാം. ഗംഗാധരക്കുറുപ്പ്, KG അടിയോടി, സാവൻകുട്ടി TM, സിറിയക് തോമസ്. ഇതിലാരാണ്? കേരള പബ്ലിക് സർവീസ് കമ്മീഷന് ചെയർമാൻ ആയിട്ടില്ലാത്തത്? ഈ സിറിയക് തോമസ് ആണ് കേട്ടോ. സിറിയക് തോമസ് ആണ് ആയിട്ടില്ലാത്തത്. അപ്പൊ ഈ ഗംഗാധരക്കുറുപ്പ്, KG അടിയോടി, സാവൻകുട്ടി TM എന്നിവര് കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻമാരായിരുന്നു. ആരൊക്കെയാ? ഗംഗാധരക്കുറുപ്പ്, KG അടിയോടി, സാവൻകുട്ടി. ഓക്കെ. ഗംഗാധരക്കുറുപ്പ്, KG അടിയോടി, സാവൻകുട്ടി എന്നിവരെ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ചെയർമാൻ മാര് ആയിട്ടുണ്ടായിരുന്നു അല്ലെ? ആയിട്ടുണ്ടായിരുന്നു.
ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് താഴെ പറയുന്നവരിൽ ആരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാണ്? രാഷ്ട്രപതി, ഉപരാഷ്ട്രപതി, MLA, MLC. ആരെ തെരഞ്ഞെടുക്കാൻ വേണ്ടിയാ? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് സിസ്റ്റം. ക്വസ്റ്റ്യൻ ഒന്നുകൂടി വായിക്കണോ? ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരെ തെരഞ്ഞെടുക്കാനാണെന്ന്? രാഷ്ട്രപതിനെ ആണോ, ഉപരാഷ്ട്രപതിനെ ആണോ, സംസ്ഥാന ലെജിസ്ലേറ്റീവ് അസംബ്ലി അംഗങ്ങളെയാണോ, അതായത് MLA മാരെയാണോ, അതോ MLC മാരെയാണോ? ആരെയാ? MLA മാരെ തെരഞ്ഞെടുക്കുന്ന ഒരു സിസ്റ്റാണ് കേട്ടോ. ഫസ്റ്റ് പാസ്റ്റ് ദി വോട്ടിംഗ് കേട്ടോ. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് കേട്ടോ. FPTP ഇത് മുന്നേ ചോദിച്ചിട്ടുണ്ട് പരീക്ഷയ്ക്ക് കേട്ടോ. ഫസ്റ്റ് പാസ്റ്റ് ദി പോസ്റ്റ് വോട്ടിംഗ് FPTP എന്ന സമ്പ്രദായത്തിലൂടെ തെരഞ്ഞെടുക്കുന്നത് MLA മാരെയാണ്. അതെ, മുന്നേയും ചോദിച്ചിട്ടുണ്ട്. MLA മാരെ തെരഞ്ഞെടുക്കുന്ന രീതിയാണ്. കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന. രൂപീകരിച്ചത് 1964 ഡിസംബർ 3-നാണ്. ഇത് ശരിയാണോ? കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏതാ? ഇത് തെറ്റാണ് അല്ലെ? ശരിയായ വർഷം പറഞ്ഞേ. 1993 ഡിസംബർ 3-നായിരുന്നു അല്ലെ? 1993 ഡിസംബർ 3-നാണ് കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എന്ത് ചെയ്തത്? സ്ഥാപിച്ചത് അല്ലെ? തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത് കേരള ഗവർണറാണ്. അത് ശരിയാണോ? നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ, അതെ ശരിയാണ്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തലാണ് ഇവരുടെ ചുമതല. ആണോ? കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടത്തലാണോ? ആണ്, ശരിയാണ്. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ MSK രാമസ്വാമി ആയിരുന്നു. ഇത് ശരിയാണോ? MSK രാമസ്വാമി ആയിരുന്നു. ആണ്, ശരിയാണ് അല്ലെ? അപ്പൊ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വർഷം ഏതാ? 1993 ഡിസംബർ 3 അല്ലെ? കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷണറെ നിയമിക്കുന്നത് ആരാ? അത് ഗവർണർ ആയിരിക്കും. ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? കേരളത്തിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ അത് MSK രാമസ്വാമിയാണ് അല്ലെ? MSK രാമസ്വാമിയാണ്. ഇനി എന്താണ് ഈ നമ്മുടെ കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്താ? തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലോട്ട് ഉള്ള ആളുകളെ തെരഞ്ഞെടുക്കലാണ് അല്ലെ? അവിടേക്ക് തെരഞ്ഞെടുപ്പ് നടത്തുന്നതാണ് ആരുടെ ഡ്യൂട്ടി? ഈ ഒരു കേരള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഡ്യൂട്ടി എന്ന് പറയുന്നത്. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യത്തിൽ പെടാത്തത് ഏത്? ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിൽ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികൾ സ്ഥാപിക്കുക. ഇത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യമായിരുന്നോ? ആയിരുന്നു അല്ലെ? ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ക്ലാസ് മുറികളാക്കുക. ഓക്കെ. സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറ്റുക. ഇത് ശരിയാണോ? സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ, ശരിയാണ് അല്ലെ? 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളായിട്ട് മാറ്റുക, ശരിയാണ്. ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണികളും വർദ്ധിപ്പിക്കുക. അങ്ങനെ ഒരു ലക്ഷ്യം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നു, ശരിയാണ്. വിദ്യാർത്ഥികൾക്ക് സ്കൂളിൽ 3 നേരം ഭക്ഷണം നൽകുക. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിരുന്നോ? ഉണ്ടായിരുന്നോ? പൊതുവിദ്യാഭ്യാസ യജ്ഞത്തിന്റെ ഭാഗമായിട്ട് എവിടെയെങ്കിലും കേട്ടോ അത്? ഇല്ല അല്ലെ? അപ്പൊ ഇത് തെറ്റായ പ്രസ്താവനയാണ് അല്ലെ? അപ്പൊ നമുക്ക് ശരിയായത് പഠിച്ചു വെക്കാം. ഇത് തെറ്റാണ് കേട്ടോ. 3 നേരമല്ല, ഒരു നേരേ ഉള്ളൂ. ചില സ്കൂളുകളിലൊക്കെ പ്രഭാത ഭക്ഷണം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രീതി ചിലയിടത്തൊക്കെ തമിഴ്നാട്ടില് അങ്ങനെ എവിടെയൊക്കെയോ കുറച്ചൊക്കെ തുടങ്ങിയിട്ടുണ്ട് അല്ലെ? പക്ഷേ ഇതില്ല, 3 നേരം എന്തായാലും ഇല്ല. ഓക്കെ. ബാംഗ്ലൂരിലുണ്ട്. ബാംഗ്ലൂരിലുണ്ട്. അപ്പോ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയായിരുന്നു? 1, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആക്കുക അല്ലെ? എല്ലാ ക്ലാസ് റൂമുകളും 2 ടൈംസേ ഉള്ളൂ. ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലത്തിലെ എല്ലാ ക്ലാസ് മുറികളും ഹൈടെക് ആക്കുക. 1000 സ്കൂളുകൾക്ക് മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക അല്ലെ? സംസ്ഥാനത്തെ 1000 സ്കൂളുകളെ കേട്ടോ, 1000 സ്കൂളുകളെ മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുക. പിന്നെന്തായിരുന്നു? ഇംഗ്ലീഷ് ഭാഷാ പ്രാവീണ്യം ഉൾപ്പെടെ വിദ്യാർത്ഥികളിൽ ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണികളും വർദ്ധിപ്പിക്കുക കേട്ടോ. ആശയവിനിമയ ശേഷിയും ജീവിത നൈപുണ്യം വികസിപ്പിക്കുക. ഇതൊക്കെ നമ്മുടെ പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ലക്ഷ്യങ്ങൾ ആയിരുന്നു. മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗം. ഇനി കുറച്ച് പ്രസ്താവനകളല്ലാത്ത ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഓക്കെ. അപ്പൊ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം ഏതാ? ഗാംഗ്ലിയോണുകളുടെ പാർക്കിൻസൺസ് ആണ് അല്ലെ? സെറിബ്രൽ പാൾസി എന്നറിയപ്പെടുന്ന രോഗം ഏതാന്ന് പണ്ട് ചോദിച്ചിട്ടുണ്ട് അല്ലെ? ഏതാ? അതും ഈ പാർക്കിൻസൺസ് ആണ് അല്ലെ? സെറിബ്രൽ പാൾസി എന്നറിയപ്പെടുന്ന രോഗം പാർക്കിൻസൺസ് ആണ്. അതായത് പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം കേട്ടോ. ഗാംഗ്ലിയോണുകൾ നാശം. ഇനി ഇവിടെ വേറെ ഓപ്ഷൻസ് കൊടുത്ത കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപസ്മാരമാണെങ്കിൽ എന്താ?
അപസ്മാരം തലച്ചോറില് വൈദ്യുത വൈദ്യുത ഇതുണ്ടാകുന്നതാണ് അല്ലെ, വൈദ്യുതിയുമായി ബന്ധപ്പെട്ടതാണ് എന്ത് ഈ അപസ്മാരം. ഉം, വൈദ്യുത സ്ഫുലിംഗങ്ങൾ ഉണ്ടാവുകയോ അങ്ങനെ എന്തോ ഒരു സംഭവം കേട്ടോ, അപസ്മാരം. ഇനി അൽഷിമേഴ്സ് ആണെങ്കിൽ എന്താണ്? അൽഷിമേഴ്സ് ആണെങ്കിൽ എന്താണ്? അവിടെ ഉണ്ടല്ലോ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് അല്ലെ. ആ അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നതാണ് എന്ത്? അൽഷിമേഴ്സ് അല്ലെ. അപ്പൊ അൽഷിമേഴ്സ് അലേയമായത് എന്ന് ഓർത്ത് വെക്കാം. ഇനി അപ്പൊ ഈ ഡൊപാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഏതാ? ഡൊപാമിൻ. ഡൊപാമിൻ അത് ഈ പാർക്കിൻസൺസാ അല്ലെ. അപ്പൊ ഡൊപാമിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നതും ഗാംഗ്ലിയോണുകളുടെ നാശവും ഏതാ? പാർക്കിൻസൺസ് ആണ്. വൈദ്യുത സ്ഫുലിംഗങ്ങൾ ഉണ്ടാകുന്നത് അപസ്മാരാണ്. അലേയമായ ഒരു തരം പ്രോട്ടീൻ അടിഞ്ഞുകൂടുന്നത് അൽഷിമേഴ്സ് ആണ് അല്ലെ. ഇനി ക്യാൻസർ സെല്ലുകൾ ഉണ്ടാകുന്നതായിരുന്നു എന്ത്? ബ്രെയിൻ ട്യൂമർ അല്ലെ. ബ്രെയിൻ ട്യൂമർ എന്ന് പറയുന്നത് അല്ലെ, ബ്രെയിൻ ട്യൂമർ. അപ്പൊ അതൊക്കെ ഓപ്ഷനിലുള്ളതായിരുന്നു. ചോദ്യം ഇതായിരുന്നു, മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശത്തിന് കാരണമാകുന്ന രോഗമാണ് പാർക്കിൻസൺസ്. ഇതന്നെ ഡൊപാമിന്റെ കുറവ് മൂലം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ് ആൻസർ അല്ലെ. ഡൊപാമിന്റെ കുറവ് മൂലം എന്ന് ചോദിച്ചാലും പാർക്കിൻസൺ ആണ്. അതുപോലെ വേറൊരു ചോദ്യം കൂടി ചോദിക്കും, എന്തായിരുന്നു? സെറിബ്രൽ പാൾസി. സെറിബ്രൽ പാൾസി എന്നറിയപ്പെടുന്നത് ഏതാണെന്ന് ചോദിച്ചാൽ അതും പാർക്കിൻസൺസ് ആണ്. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്ന്. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് എറിത്രോപോയിറ്റിൻ കേട്ടോ. എറിത്രോപോയിറ്റിൻ. എറിത്രോപോയിറ്റിൻ ആണ് ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീനാണ് എറിത്രോപോയിറ്റിൻ. പോയിറ്റിൻ. ഓക്കെ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണെന്ന്. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഇവിടെ GLUT1, GLUT2, 3, 4 എന്നൊക്കെ തന്നിട്ടുണ്ട്. ഏതാണ് ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണെന്ന്? ഇതില് ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണെന്നറിയോ? അത് GLUT4 ആണ് കേട്ടോ. GLUT4 കേട്ടോ. ക്യാപിറ്റൽ ലെറ്ററിലാണ് എഴുതുന്നത്. GLUT ഒരു ഹൈഫൺ ഇട്ടിട്ട് 4 എന്ന് കൊടുക്കുക. GLUT4 കേട്ടോ. GLUT4. അപ്പൊ ഈ രണ്ട് ക്വസ്റ്റ്യൻ നമുക്ക് ഒന്നുകൂടി നോക്കാം. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീന്റെ പേരാണ് എന്ത് പറഞ്ഞത്? എന്ത് പറഞ്ഞത്? എറിത്രോപോയിറ്റിൻ. എറിത്രോപോയിറ്റിൻ. ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ആണ് ഏത്? GLUT4 അല്ലെ. GLUT4. ടൈഫോയിഡ് രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം. ഈ വൈഡൽ ടെസ്റ്റ് ആണ് നമ്മൾ ഇങ്ങനെ പഠിച്ചു വെച്ചിട്ടുണ്ട്. അതിന്റെ പ്രധാന തത്വം എന്താണ്? ടൈഫോയിഡ് രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വം എന്താണ്? അഗ്ലൂട്ടിനേഷൻ ആണ് കേട്ടോ. അഗ്ലൂട്ടിനേഷൻ. ടൈഫോയിഡ് രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന ടെസ്റ്റ് നമുക്കറിയാം വൈഡൽ ടെസ്റ്റ് ആണെന്ന്. ഇതിന്റെ പ്രധാന തത്വം എന്താ? അഗ്ലൂട്ടിനേഷൻ. അഗ്ലൂട്ടിനേഷൻ ആണ്. അഗ്ലൂട്ടിനേഷൻ. ഓക്കെ. അപ്പൊ ആ ബയോളജി ഭാഗത്തിൽ ചോദിച്ച 4 ക്വസ്റ്റ്യൻസും അത്യാവശ്യം എന്താണ്? ടഫ് ആയിരുന്നു അല്ലെ. അതിൽ ആ ക്വസ്റ്റ്യനോട് നമുക്ക് ഒന്നുകൂടി നോക്കാം. +1 ബുക്കിൽ നിന്നായിരുന്നു അല്ലെ. അപ്പൊ നമുക്ക് ഒന്നുകൂടി നോക്കാം. മനുഷ്യ മസ്തിഷ്കത്തിലെ പ്രത്യേക ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം ഉണ്ടാകുന്ന രോഗം ഏതായിരുന്നു? ഗാംഗ്ലിയോണുകളുടെ നാശം മൂലം അല്ലെങ്കിൽ ഡൊപാമിന്റെ കുറവ് മൂലം എന്ന് ചോദിച്ചാൽ പാർക്കിൻസൺ ആയിരുന്നു. ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? ക്യാൻസർ മൂലമോ അതിന്റെ ചികിത്സ മൂലമോ ഉണ്ടാകുന്ന വിളർച്ച ചികിത്സിക്കാൻ ഉപയോഗിക്കുന്ന പ്രോട്ടീൻ ഏതായിരുന്നു? എറിത്രോപോയിറ്റിൻ അല്ലെ. എറിത്രോപോയിറ്റിൻ. ഇനി ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ഏതാണ്? ഇൻസുലിൻ നിയന്ത്രിത പ്രോട്ടീൻ ആണ് ഏത്? GLUT4 അല്ലെ. ടൈഫോയിഡ് രോഗനിർണയത്തിനായിട്ട് ഉപയോഗിക്കുന്ന വൈഡൽ ടെസ്റ്റിൽ പ്രധാന തത്വം എന്തായിരുന്നു? വൈഡൽ ടെസ്റ്റിന്റെ പ്രധാന തത്വമായിരുന്നു എന്ത്? അഗ്ലൂട്ടിനേഷൻ അല്ലെ. അഗ്ലൂട്ടിനേഷൻ. അഗ്ലൂട്ടിനേഷൻ. ഓക്കെ. അഗ്ലൂട്ടിനേഷൻ. ഇനി അടുത്ത ചോദ്യം, 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം. 2012 ബാക്കിലോട്ട് പോയി കേട്ടോ. 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതായിരുന്നു? ഏതായിരുന്നു? അത് കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങളായിരുന്നു കേട്ടോ. കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങളായിരുന്നു. അപ്പൊ 2012 കേരള സർക്കാർ തിരഞ്ഞെടുത്ത കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം, കേരളത്തിലെ ആദ്യത്തെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രം ഏതായിരുന്നു? കൊല്ലം ആശ്രാമത്തെ കണ്ടൽ വനങ്ങളാണ്. അന്ന കൊല്ലമാണോ?
ഓക്കെ. യെസ്. ഓക്കെ, ഓക്കെ. അപ്പൊ താഴെ തന്നിട്ടുള്ളവയില് ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണെന്ന് പറയണം കേട്ടോ. ഗുരുത്വാകർഷണ ബലം, കാന്തിക ബലം, വൈദ്യുത കാന്തിക ബലം, ന്യൂക്ലിയർ ബലം ഏതാണെന്ന് പറഞ്ഞേ? ഏതായിരിക്കും? ഈ തന്നിരിക്കുന്ന 4 ഏതാ? ആ, ഷീജയും ആണെന്ന്. ഓക്കെ. ആ, അപ്പൊ ഗുരുത്വാകർഷണ ബലമാണ് കേട്ടോ. ഗുരുത്വാകർഷണ ബലം, ഗുരുത്വാകർഷണ ബലം. ഓക്കെ. ഗുരുത്വാകർഷണ ബലമാണ് അല്ലെ? ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം, ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിട്ടുള്ളവരെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണെന്ന് ചോദിച്ചാല് ഗുരുത്വാകർഷണ ബലാണ് കേട്ടോ. ഇനി ഇവിടെ തന്നെ ശക്തി കൂടിയ ബലവുമാണെങ്കിൽ ചോദിക്കാം. ശക്തി കൂടിയ ബലം ചോദിച്ചാൽ ഏതാ? അത് ന്യൂക്ലിയർ ബലമാണ് അല്ലെ? ന്യൂക്ലിയർ ബലമാണ്. ന്യൂക്ലിയർ ബലമാണ്. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാ? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ആരാണ്? അത് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് കേട്ടോ. ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ് പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച ശാസ്ത്രജ്ഞൻ ആരാ? ക്രിസ്റ്റ്യൻ ഹൈജൻസ്. ക്രിസ്റ്റ്യൻ ഹൈജൻസ്. താഴെ തന്നിട്ടുള്ളവരിൽ ഏറ്റവും അത് പറഞ്ഞു അല്ലെ? ഇനിയും കിലോവാട്ട് എന്നത് ഏതിന്റെ യൂണിറ്റ് ആണെന്ന്? ഈ കിലോവാട്ട് ഏതിന്റെ യൂണിറ്റ് ആണെന്ന് പറഞ്ഞേ? ഏത് ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ്? കിലോവാട്ട് അവർ കേട്ടോ. കിലോവാട്ട് അവർ ഉണ്ട്. കിലോവാട്ട് അല്ല, കിലോവാട്ട് അവർ. കിലോവാട്ട് ആയിരുന്നെങ്കിൽ പവർ ആയിരുന്നേനെയും. കിലോവാട്ട് അവർ ആവുമ്പോഴോ അത് ഊർജത്തിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. കിലോവാട്ട് അവർ എന്ന് പറയുമ്പോൾ KWH KWH ഊർജത്തിന്റെയാണ്. കിലോവാട്ട് അവർ എന്ന് പറയുന്നത് ഊർജത്തിന്റെ ഭൗതിക അളവിന്റെ യൂണിറ്റ് ആണ് കേട്ടോ. ഊർജത്തിന്റെ യൂണിറ്റ് ആണ് എന്ത്? കിലോവാട്ട് അവർ. കിലോവാട്ട് അവർ. ഓക്കെ. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായിട്ട് വിക്ഷേപിച്ച ISRO ദൗത്യം ഏതാണ്? ഡോക്കിങ്ങും അൺഡോക്കിങ്ങും ഏതായിരുന്നു? ഏതായിരുന്നു? സ്പെയ്ഡ് എക്സ് അല്ലെ? സ്പെയ്ഡ് എക്സ് കേട്ടോ. സ്പെയ്ഡ് എക്സ് മിഷൻ ആണ്. സ്പെയ്ഡ് എക്സ് മിഷൻ ആണ്. റൂദർഫോർഡിന്റെ ആൽഫ കിരണ വിസരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം പറയണം കേട്ടോ. സ്വർണ്ണ തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. ഇത് ശരിയാണോ? ശരിയാണ് അല്ലെ? സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും വ്യതിയാനമില്ലാതെ കടന്നുപോയി. സ്വർണ്ണത്തകിടിലൂടെ മിക്ക ആൽഫ കണങ്ങളും 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. അത് ശരിയാവോ? കടന്നുപോയി എന്ന് പറയുമ്പോ തന്നെ 180 ഡിഗ്രി വ്യതിചലിച്ചു എന്ന് പറഞ്ഞാൽ അത് ശരിയാവോ? ഇല്ല. തെറ്റാണ് കേട്ടോ. അപ്പോൾ ആൽഫ കണങ്ങളുടെ ഒരു ചെറിയ ഭാഗം ചെറിയ കോണിൽ വ്യതിചലിച്ചു. അത് ശരിയാണോ? മിക്കതും കടന്നുപോയി. ഒരു ചെറിയ ഭാഗം വ്യതിചലിച്ചു. ശരിയാണ്. വളരെ കുറച്ച് കണങ്ങൾ മാത്രം 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. അത് ശരിയാണോ? അത് ശരിയാണ് അല്ലെ? വളരെ കുറച്ച് 180 ഡിഗ്രി വരെ വ്യതിചലിച്ചു. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണ്? റൂദർഫോർഡിന്റെ ആൽഫ വിസരണ പരീക്ഷണത്തിൽ എന്താ ഉണ്ടായത്? ഒട്ടുമിക്ക ആൽഫ കണങ്ങളും എന്ത് ചെയ്തു? ഈ വ്യതിയാനമില്ലാതെ സ്വർണ്ണ തകിടിലൂടെ കടന്നുപോയി അല്ലെ? എന്നാൽ കുറച്ച് മാത്രം വ്യതിചലിച്ചു. വളരെ കുറച്ച് മാത്രം 180 ഡിഗ്രിയിൽ വ്യതിചലിച്ചു കേട്ടോ. അങ്ങനെയാണ്. ആറ്റോമിക സംഖ്യ 120 ഉള്ള മൂലകത്തിന്റെ IUPAC നാമം എന്താണെന്ന്? ആറ്റോമിക സംഖ്യ 120 ആയ മൂലകത്തിന്റെ IUPAC നാമം അൺബൈനിലിയം എന്നതാണ് കേട്ടോ. അൺബൈനിലിയം. അൺബൈനിലിയം. ഓക്കെ ആണോ? അൺബൈനിലിയം. അത് തന്നെ. അൺബൈനിലിയം. അത് തന്നെ. ഇനി ഞാൻ 4 മൂലകങ്ങളെ വായിക്കും. ഇതില് അർദ്ധലോഹം അഥവാ ഉപലോഹം അല്ലാത്തത് ഏതാണെന്ന് പറയണം കേട്ടോ. സിലിക്കൺ, ജെർമേനിയം, ടെലൂറിയം, മഗ്നീഷ്യം. ഇതിൽ ഏതാണ് ഉപലോഹം അല്ലാത്തത്? മഗ്നീഷ്യം ആണ്. മഗ്നീഷ്യം ആണ് അല്ലെ? അപ്പൊ ഈ സിലിക്കൺ, ജെർമേനിയം, ടെലൂറിയം, അതുപോലെ ബോറോൺ ഇതൊക്കെ എന്താണ്? ഇതൊക്കെ എന്താണ്? ഉപലോഹങ്ങളാണ് അല്ലെ? സിലിക്കൺ, ജെർമേനിയം, ടെലൂറിയം, ബോറോൺ ഇവയൊക്കെ എന്താണ്? ഉപലോഹങ്ങളാണ് അല്ലെ? എന്നാല് മഗ്നീഷ്യം ഉപലോഹം അല്ല. ഉപലോഹം അല്ല. ഓക്കെ. അപ്പൊ നമുക്ക് ഈ ഒരു ഭാഗത്തു നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നുകൂടി നോക്കാം. പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരായിരുന്നു? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരായിരുന്നു? പ്രകാശത്തിന്റെ തരംഗ സിദ്ധാന്തം ആവിഷ്കരിച്ച് ക്രിസ്റ്റ്യൻ ഹൈജൻസ് ആണ്. അതുപോലെ ഏറ്റവും ശക്തി കുറഞ്ഞ ബലം ഏതാണെന്ന് പഠിച്ചു. ശക്തി കുറഞ്ഞ ബലം ഏതാണെന്ന് പഠിച്ചു. അത് ഗുരുത്വാകർഷണ ബലമാണെന്ന് പഠിച്ചു. കിലോവാട്ട് അവർ ഏതിന്റെ യൂണിറ്റ് ആണെന്ന് പഠിച്ചു. കിലോവാട്ട് അവർ ഊർജത്തിന്റെ ആണെന്ന് പഠിച്ചു. ഭൂമിയുടെ ലോ എർത്ത് ഭ്രമണപഥത്തിൽ 2 ബഹിരാകാശ വാഹനങ്ങൾക്കിടയിൽ ഡോക്കിങ്ങും അൺഡോക്കിങ്ങും പരീക്ഷിക്കുന്നതിനായിട്ട്
വിക്ഷേപിച്ച ISRO ദൗത്യമാണ് ഏത് സ്പെയ്ഡ് എക്സ് എന്ന് പഠിച്ചു. പിന്നെ എന്തായിരുന്നു, റൂദർഫോർഡിന്റെ ആൽഫ വികിരണ പരീക്ഷണത്തിലെ തെറ്റായ നിരീക്ഷണം ഏതായിരുന്നു? തെറ്റേതായിരുന്നു? മിക്ക കണങ്ങളും 150 ഡിഗ്രി വരെ വ്യതിചലിച്ചു എന്ന് പറയുന്നത് തെറ്റായിരുന്നു അല്ലെ. വളരെ കുറച്ച് മാത്രമേ 150 ഡിഗ്രിയിൽ വ്യതിചലിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അല്ലെ. മിക്കതും ഈ സ്വർണ്ണത്തകിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത് അല്ലെ. ഇനി ആറ്റോമിക സംഖ്യ 120 ആയ മൂലകത്തിന്റെ പേര് പറഞ്ഞേ. IUPAC നെയിം. ബിനിലിയം അല്ലെ. ബൈനിലിയം എന്നാണോ? അൺബൈനിലിയം അല്ലെ. ശരിയാണ് കേട്ടോ ഷീജ. അൺബൈനിലിയം അല്ലെ. അൺബൈനിലിയം. ഇനി ഉപലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് പറഞ്ഞേ. ഉപലോഹങ്ങളുടെ കൂട്ടത്തിൽ പെടാത്താണ് ക്വസ്റ്റ്യൻ ചോദിച്ചത്. അപ്പൊ നമുക്ക് ഉപലോഹങ്ങൾ ഏതൊക്കെയാണെന്ന് അറിഞ്ഞിരിക്കണം അല്ലെ. സിലിക്കൺ, കൂട്ടത്തിൽ പെടാത്തത് മഗ്നീഷ്യം. അപ്പൊ ഏതൊക്കെയാ ഉപലോഹങ്ങള്? സിലിക്കൺ, ജെർമേനിയം, അതുപോലെ ടെലൂറിയം, ബോറോൺ, ഇതൊക്കെ ഉപലോഹങ്ങളാണ് കേട്ടോ. സിലിക്കൺ, ജെർമേനിയം, ബോറോൺ, ടെലൂറിയം എന്നിവയൊക്കെ എന്താണ്? ഉപലോഹങ്ങളാണ് അല്ലെ. ഓക്കെ. ഇനി നമുക്ക് കലാ സാംസ്കാരിക മേഖലയിൽ നിന്നുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് അടുത്തത്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഓണവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന പറയാം. പ്രാചീന തമിഴ് കൃതിയായ മധുരൈ കാഞ്ചിയിൽ ഓണത്തെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. ഇത് ശരിയാണോ? ഇത് മുന്നേ PSC ചോദിച്ചിട്ടുണ്ട് അല്ലെ. ഓണത്തെക്കുറിച്ച് പരാമർശമുള്ള പ്രാചീന തമിഴ് കൃതി ഏതാണ്? സംഘകാല കൃതി ഏതാണെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അത് മധുരൈ കാഞ്ചിയാണ്. അതെ, റിപ്പീറ്റഡ് ആണ്. ഇനി തിരുവല്ല മേച്ചേരി ഇല്ലത്ത് നിന്നും ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിൽ ഓണത്തെക്കുറിച്ച് പരാമർശമുണ്ട്. ഇത് ശരിയാണോ? ഇത് ശരിയാണ് കേട്ടോ. ശരിയാണ്. അപ്പൊ തിരുവല്ല മേച്ചേരി ഇല്ലത്ത് നിന്നും ലഭിച്ച സ്ഥാണുരവിയുടെ 17ാം വർഷം രേഖപ്പെടുത്തിയ ഒരു ചെമ്പ് ലിഖിതത്തിലും ഓണത്തെക്കുറിച്ച് പരാമർശം ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അപ്പൊ സ്ഥാണുരവി വർമ്മയുടെ 17ാം ഭരണവർഷം രേഖപ്പെടുത്തിയ ഇത് ലാണെന്ന് തോന്നുന്നു അല്ലെ. ചെമ്പ് ലിഖിതത്തിലും എന്തുണ്ട്? ഓണത്തെക്കുറിച്ചുള്ള പരാമർശം ഉണ്ട് കേട്ടോ. അപ്പൊ ഈ രണ്ട് പ്രസ്താവനകളും ശരിയാണ്. ഇനി 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരം, ഇത് കറണ്ട് അഫയർ എന്നുള്ള ചോദ്യമാണ് അല്ലെ. 2025 നോർവേയുടെ ഉന്നത ബഹുമതിയായ ഹോൾബർഗ് പുരസ്കാരത്തിന് അർഹയായ ഇന്ത്യൻ എഴുത്തുകാരി ആരാ? അതെ, ഗായത്രി ചക്രവർത്തി സ്പിവാക് എന്ന് പറയുന്ന ആളായിരുന്നു അല്ലെ. ഗായത്രി ചക്രവർത്തി സ്പിവാക് എന്ന് പറയുന്ന ലേഡി ആയിരുന്നു. ഓക്കെ. അപ്പൊ ഇവർക്ക് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് എന്ത് കൊടുത്തിട്ടുണ്ട്? പത്മഭൂഷൺ ബഹുമതി കൊടുത്ത് ആദരിച്ചിട്ടുണ്ട്. അത് ഏത് വർഷമാണെന്നറിയോ? ഈ ഗായത്രി ചക്രവർത്തി സ്പിവാക്കിനെ ഇന്ത്യൻ ഗവൺമെന്റ് പത്മഭൂഷൺ കൊടുത്ത് ആദരിച്ച വർഷം ഏതാണെന്നറിയോ? 2013 കേട്ടോ. 2013 ആയിരുന്നേ. 2013. ഊഹം ഏകദേശം ശരിയായി അല്ലെ. 2013. ഓക്കെ. അപ്പോ ഹോൾബർഗ് പുരസ്കാരം. ഇനി ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഉദണ്ഡ ശാസ്ത്രികളുമായി ബന്ധപ്പെട്ട് ശരിയായവ കണ്ടെത്തുക. അങ്ങനെ ഒരു ശാസ്ത്രികളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? ഉദണ്ഡ ശാസ്ത്രികൾ ആരാണ് ഈ താരം? ഉണ്ട്. ഉണ്ട്. ഓക്കെ. SCRT-യിലുള്ള സംഗതിയാണ്. അതെ അല്ലേ. ഓക്കെ. അപ്പൊ ഞാൻ അതൊന്ന് ഓപ്ഷൻസ് വായിക്കാമേ. വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദണ്ഡ ശാസ്ത്രികളാണ്. ആണോ? വസുമതി വിക്രമം അതല്ല. ഒന്ന് തെറ്റാണെന്നാ പറയുന്നേ. വസുമതി വിക്രമം എന്ന കൃതി രചിച്ചത് ഉദണ്ഡ ശാസ്ത്രികളല്ല. കോകില സന്ദേശം എന്ന സന്ദേശകാവ്യം രചിച്ചത് ഉദണ്ഡ ശാസ്ത്രികളാണോ? അത് ശരിയാണ്. നന്നായി എന്ന്. അത് ശരിയാണ് കേട്ടോ. കോകില സന്ദേശം ഉദണ്ഡ ശാസ്ത്രികളാണ്. കോകില സന്ദേശം കേട്ടോ. കോകില സന്ദേശം ആരുടെയാണ്? ഉദണ്ഡ ശാസ്ത്രികളുടെയാണ്. അപ്പൊ നമുക്ക് ശരിയായത് പഠിച്ചു വയ്ക്കാം. എന്തായിരുന്നു? കോകില സന്ദേശം ഉദണ്ഡ ശാസ്ത്രികളുടേതാണ്. ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ ആയിരുന്ന MS ധോണിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തണം കേട്ടോ. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ്. ആണോ? ആണ് കേട്ടോ. ആ പ്രസ്താവന ശരിയായിരുന്നു. ICC വേൾഡ് കപ്പ്, 2020 വേൾഡ് കപ്പ്, ചാമ്പ്യൻസ് ട്രോഫി എന്നീ 3 മത്സരങ്ങളിലും വിജയം കൈവരിച്ച ആദ്യ ഇന്ത്യൻ ക്യാപ്റ്റൻ ആണ് കേട്ടോ. ICC വേൾഡ് കപ്പ്, 2020 അതുപോലെ ചാമ്പ്യൻസ് ട്രോഫി 3ലും വിജയം കൈവരിച്ച ക്യാപ്റ്റൻ ആണ് ആര്? MS ധോണി കേട്ടോ. MS ധോണി. ഇനി ചുവടെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ കേരള കലാമണ്ഡലവുമായി ബന്ധപ്പെട്ട പ്രസ്താവന പറയണം. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ശരിയാണോ? 1930കളിലായിരുന്നോ? ആണ് അല്ലെ. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. ശരിയാണോ? ശരിയാണ്. അടുത്തത്
രണ്ട് പ്രസ്താവനയേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് 1ഉം 2ഉം ശരിയാണ്, 1 മാത്രം ശരിയാണ്, അങ്ങനെയൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അല്ലെ. അപ്പൊ 1ഉം 2ഉം ശരിയാണ് അല്ലെ. 1ഉം 2ഉം ശരിയാണ്. 1930കളിലാണ് കേരള കലാമണ്ഡലം സ്ഥാപിക്കപ്പെട്ടത്. വള്ളത്തോൾ നാരായണ മേനോന്റെ നേതൃത്വത്തിലായിരുന്നു. ഗാർഹിക ആവശ്യത്തിന് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായിട്ട് ചേർക്കുന്ന കെമിക്കൽ ഏതാണെന്ന്. ഇതും ഒരു സ്ഥിരം റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഗാർഹിക ആവശ്യത്തിനായിട്ട് ഉപയോഗിക്കുന്ന LPG ഇന്ധനത്തിൽ ഗന്ധം ലഭിക്കുന്നതിനായിട്ട് ചേർക്കുന്ന കെമിക്കൽ. പ്രത്യേകിച്ച് ഫയർമാന്റെ എക്സാമിന് എപ്പോഴും ഇതിങ്ങനെ ചോദിക്കാറുണ്ട് അല്ലെ. ഈഥൈൽ മെർകാപ്റ്റൻ, ഈഥൈൽ മെർകാപ്റ്റൻ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് ഏതാ? ഡ്രൈ ഐസ്, ഡ്രൈ ഐസ് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ് കേട്ടോ. ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡയോക്സൈഡിനാണ് ഡ്രൈ ഐസ് എന്നറിയപ്പെടുന്നത് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. താഴെ പറയുന്നവയിൽ ഏറ്റവും ഉയർന്ന ജ്വലന പരിധി ഉള്ളത് ഏതിനാണ്? പെട്രോൾ, മീഥേൻ, അസറ്റലിൻ, LPG. ഇതിലേതിലാണ്? ഇതിലിങ്ങനെ സ്പെഷ്യൽ ടോപ്പിക്കും കയറി വരുന്നതുകൊണ്ട് നമുക്ക് വേണ്ടത് മാത്രം ഒന്നിങ്ങനെ തിരയുമ്പോഴാണ് ഒരു ലാഗ് വരുന്നത് കേട്ടോ. താഴെ പറയുന്ന പോലെ ഏറ്റവും ഉയർന്ന ജ്വലന പരിധി ഉള്ളത് അസറ്റലീൻ ആണ് കേട്ടോ. അസറ്റലീൻ. ഇപ്പൊ ഇതിലിടയ്ക്ക് ചോദിച്ചല്ലോ, മറ്റേ കപ്പല് ചെരിഞ്ഞപ്പോ ഏതോ വാതകം കടലിൽ വെള്ളത്തിൽ കലരുമ്പോ കത്തും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആ സംഭവമാണ് ഇത് അല്ലെ. അസറ്റലീൻ, അസറ്റലീൻ. കാൽസ്യം കാർബൈഡോ എന്തായിരുന്നു അതിന്റെ പേര്? കാൽസ്യം കാർബൈഡ് ആണോടാ? കാൽസ്യം കാർബൈഡ് അങ്ങനെ എന്തോ അല്ലെ. അതിന്റെ ശരിയായ പേരാണ് എന്ത്? അസറ്റലീൻ അല്ലെ. വെള്ളവുമായി സമ്പർക്കത്തിൽ വന്നാൽ എന്ത് ചെയ്യും? സ്ഫോടക ശേഷി ഉണ്ടാവും, കത്തിപ്പിടിക്കും അല്ലെ. ഖരപദാർത്ഥങ്ങൾ ചൂടാക്കുമ്പോൾ ദ്രാവകമാകാതെ നേരിട്ട് വാതക രൂപത്തിലാകുന്ന പ്രക്രിയ. ഇതും ഇങ്ങനെ ഈ ഫയർമാൻ പരീക്ഷയ്ക്കൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് അല്ലെ. സബ്ലിമേഷൻ അല്ലെ. ഉൽപ്പതനം, ഉൽപ്പതനം, ഉൽപ്പതനം. ഊഷ്മാവ് സ്ഥിരമായിരിക്കുമ്പോൾ ഒരു വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും വിപരീത അനുപാതത്തിലായിരിക്കും. ഏത് നിയമ? ഊഷ്മാവ് സ്ഥിരാണ്, വാതകത്തിന്റെ വ്യാപ്തവും മർദ്ദവും. വ്യാപ്തവും മർദ്ദവും ബോയിൽ നിയമം. വ്യാപ്തവും മർദ്ദവും ആവുമ്പോ ബോയിൽ നിയമമാണ്. CPR എന്നതിന്റെ പൂർണ്ണ രൂപം. CPR എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണെന്ന്. CPRന്റെ പൂർണ്ണ രൂപം എന്താ? CPR എന്നതിന്റെ പൂർണ്ണ രൂപം കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ എന്നാണ് കേട്ടോ. CPR. ഇന്ത്യയിലെ വിവരസാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം. ഇന്ത്യയിലെ സാങ്കേതിക നിയമം നിലവിൽ വന്ന വർഷം 2000. വിവരസാങ്കേതിക നിയമമാണ്, വിവരാവകാശമല്ല. വിവരസാങ്കേതിക നിയമം IT നിയമം. IT നിയമം 2000-ലാണ് അല്ലെ. IT നിയമം 2000-ലാണ് കേട്ടോ. IT നിയമം 2000-ലാണ്. സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശത്തിനോ വേണ്ടി ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിന് ഒരു പേര് പറയും. എന്ത് പേരാ പറയുന്നേ? സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുന്ന സൈബർ ക്രിമിനലിനെ എന്താ വിളിക്കുന്നേ? അങ്ങനെയല്ല. ഇതിൽ നമ്മൾ അവരേനെ ഒരു തൊപ്പിയുടെ പേര് വച്ച് പറയില്ലോ. നല്ല ഉദ്ദേശത്തോടെ ആണെങ്കിൽ അവര് വൈറ്റ് ഹാറ്റ് ആണ് അല്ലെ. ഇനി ആദ്യം നല്ല ഉദ്ദേശത്തായിട്ട് രണ്ടാമത് പിന്നീട് മനസ്സ് മാറുന്നവരാണ് ഗ്രേ ഹാറ്റ് അല്ലെ. എന്നാൽ സാമ്പത്തിക കുറ്റത്തിനോ മറ്റു ദുരുദ്ദേശങ്ങൾക്കോ ക്രിമിനൽ ഉദ്ദേശത്തോടെയോ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുകയാണെങ്കിൽ അതിനെ എന്ത് പറയും? ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന് പറയും കേട്ടോ. ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയും. ബ്ലാക്ക് ഹാറ്റ് ഹാക്കർ എന്ന് പറയും കേട്ടോ. അപ്പൊ നല്ല ഉദ്ദേശത്തിന് വേണ്ടിയിട്ട് ചിലപ്പോൾ കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിലേക്ക് കടന്നു കയറുകയും ഈ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെയൊക്കെ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെ നടക്കും. അതിന് നമ്മൾ വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന് പറയും കേട്ടോ. വൈറ്റ് ഹാറ്റ് ഹാക്കർ ഇത് കമ്പ്യൂട്ടറിൽ ഉള്ളതാ. അപ്പൊ വൈറ്റ് ഹാറ്റ് ഹാക്കർ എന്ന് പറയും. അത് തന്നെ ആദ്യം ഇങ്ങനെ നല്ല ഉദ്ദേശങ്ങളിൽ ഇങ്ങനെ ഒരു കടന്നുകയറ്റം നടത്തിയതിനു ശേഷം പിന്നീട് അവര് ദുരുദ്ദേശപരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അതിന് പറയും ഗ്രേ ഹാറ്റ് എന്ന് പറയും. എന്നാൽ തുടക്കം മുതലേ അവർക്ക് ദുരുദ്ദേശമാണെങ്കിൽ അതിന് എന്ത് പറയും? ബ്ലാക്ക് ഹാറ്റ് എന്ന് പറയും കേട്ടോ. ബ്ലാക്ക് ഹാറ്റ് ഹാക്കേഴ്സ് എന്ന് പറയും. ഇനി 10 മലയാളം ക്വസ്റ്റ്യൻ ആണേ. ആച്ഛാദനം എന്നത് എങ്ങനെ എഴുതും? ആച്ഛാദനം. ആച്ഛാദനം എങ്ങനെ എഴുതുവടാ? ആച്ഛാദനം. ആച്ഛാദനം എങ്ങനെ എഴുതും? അങ്ങനെ എഴുതാൻ പറ്റില്ല. മലയാളത്തിൽ ടൈപ്പ്. ആച്ഛാദനം. കറക്റ്റ് ആണ്. കാളിദാസ് കറക്റ്റ് ആണ്. ആച്ഛാദനം. ആച്ഛാദനം. താഴെ പറയുന്നവയിൽ കുതിര എന്ന അർത്ഥം വരാത്ത പദം ഏതാണെന്ന് പറയണം കേട്ടോ. അർവാവ്, കിങ്കിരം, സ്ഥിതി, അശ്മകം. നിങ്ങൾക്ക് കേൾക്കുമ്പോ ഒന്നും തോന്നണ്ട. ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ. അർവാവ്, കിങ്കിരം, സ്ഥിതി, അശ്മകം. ഇതിൽ ഈ അശ്മകം ഉണ്ടല്ലോ, അശ്മകത്തിന് കുതിര എന്നല്ല അർത്ഥം. അതിന് വേറെ എന്തോ അർത്ഥമാണ്. ബാക്കി 3 ഉണ്ടല്ലോ, ബാക്കി 3 അർത്ഥവും കുതിര എന്നാണ് കേട്ടോ. ഏതൊക്കെയാ? അർവാവ്, കിങ്കിരം, സപ്തി. സപ്തി എന്നാണ്. സപ്തി കേട്ടോ. സപ്തി. അർവാവ്,
കിങ്കിരം, സപ്തി എന്നൊക്കെ പറഞ്ഞാൽ കുതിരയാണ്. ഈ അശ്മകം എന്താണെന്ന് എനിക്ക് ഒരു ഓർമ്മയുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ മറന്നുപോയി. കേട്ടിട്ടുണ്ട്, അശ്മകം എവിടെയോ വായിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ മറന്നുപോയി കേട്ടോ. അപ്പൊ അർവാവ്, കിങ്കിരം, സപ്തി എന്നൊക്കെ പറഞ്ഞ കുതിരയാണ്. കുതിര. പക്ഷെ കേട്ടിട്ടുണ്ട് ആ സംഭവം കേട്ടോ. ഓക്കെ. ഇനി താമസം എന്നതിന്റെ നാനാർത്ഥങ്ങൾ പറയാം. അതായത് സമാന പദങ്ങളുണ്ടല്ലോ. താമസം എന്ന പദത്തിന് എന്തൊക്കെ അർത്ഥങ്ങളുണ്ടെന്ന്. പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം എന്നൊക്കെ അർത്ഥമുണ്ട് കേട്ടോ. താമസം. താമസം എന്ന് പറഞ്ഞാൽ ഇരുട്ട് എന്നൊരു അർത്ഥമുണ്ട്. അതുപോലെ തമോ ഗുണം, ദുഷ്ടഗുണം. തമോ ഗുണം, ഇരുട്ട്, മൂങ്ങ, പാമ്പ് കേട്ടോ. 4 അർത്ഥങ്ങളുണ്ട്. പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. പാമ്പ്, മൂങ്ങ, ഇരുട്ട്, തമോ ഗുണം. തമോ ഗുണം. ഓക്കെ. ഇനി വിധവ എന്നതിന്റെ എതിർലിംഗം എഴുതാൻ പറഞ്ഞാലോ? വിധവ എന്നതിന്റെ എതിർലിംഗമാണ് എന്താ? വിധുരൻ അല്ലെ? വിധുരൻ. ഓക്കെ. വിധുരൻ. വിധവ, വിധുരൻ. ആ ധ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ തിരിച്ചിട്ടിട്ട് എഴുതുന്ന ആ ധ ഉണ്ടല്ലോ, അതാണ് വിധവ. വിധവയിലെ ആ ധ തന്നെ വിധുരനും വരണം കേട്ടോ. മറ്റേതാ വന്ന അർത്ഥം മാറുകയെ. വിധവ എന്ന എഴുതുമ്പോഴും ഈ ധ തന്നെ വരണം. അതേ ധ തന്നെ വിധുരനിലും വരും കേട്ടോ. വിധുരൻ, വിധവ. വിധുരൻ, വിധവ. ഓക്കെ. അഞ്ജനമാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? സമാന അർത്ഥം വരുന്ന പഴഞ്ചൊല്ല് ഏതെന്ന്. അഞ്ജനമാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? ഇതിനോട് അർത്ഥം ചേർന്ന അർത്ഥം വരുന്നതാണ് കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. ഇത് നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലെ? ആദ്യം പറഞ്ഞത് കേട്ടിട്ടില്ലെങ്കിലും ഇത് കേട്ടിട്ടുണ്ട് അല്ലെ? കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. ഇത് കേട്ടിട്ടുണ്ട് അല്ലെ? ഇത് നമ്മുടെ വീട്ടിലൊക്കെ ഇങ്ങനെ ചിലപ്പോൾ മുതിർന്നവരൊക്കെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ടായിരിക്കും. കാട്ടുകോഴിക്കുണ്ടോ സംക്രാന്തി എന്നൊക്കെ പറയുള്ളൂ. മകരസംക്രാന്തി ഒന്നും പറഞ്ഞില്ലെങ്കിലും ഓക്കെ. അത് തന്നെ. അപ്പൊ അഞ്ജനമാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? ഇതേ അർത്ഥം വരുന്ന ഒരു സംഭവമാണ് കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി. ഓക്കെ. കാപ്പുകെട്ടുക എന്ന് പറഞ്ഞാൽ എന്താണ്? കാപ്പുകെട്ടുക. കാപ്പുകെട്ടുക നമ്മുടെ കഥകളിയിൽ നിന്നൊക്കെ ഉരുത്തിരിഞ്ഞു വന്ന ഒരു ശൈലിയാണിത് കേട്ടോ. കാപ്പുകെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക എന്നതാണ് അർത്ഥം കേട്ടോ. കാപ്പുകെട്ടുക, കാപ്പുകെട്ടുക. ഈ കാപ്പ് എന്ന് പറഞ്ഞ കഥകളിയിലെ കഥകളി കലാകാരന്മാർ അണിയുന്ന കാലിൽ അണിയുന്ന ഒരു ആഭരണമാണെന്ന് തോന്നുന്നു. കാപ്പ്, കാപ്പ് കേട്ടോ. അപ്പൊ കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞാല് ഒരുങ്ങുക എന്നാണ് അർത്ഥം അല്ലെ? കാപ്പ് കെട്ടുക, ഒരുങ്ങുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത്. ഇതിന് നമ്മൾ ഒറ്റപ്പദം എന്താ പറയുന്നേ? എളുപ്പത്തിൽ ചെയ്യാവുന്നത്. സൂകരമാണോ, സുകരമാണോ? സൂകരമാണോ, സുകരമാണോ? സുകരമാണ് കേട്ടോ. സുകരം. സൂകരം എന്ന് വെച്ചാൽ പന്നി എന്നാണ് അർത്ഥം. അപ്പൊ സുകരം, സുകരം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് സുകരം, സുകരം കേട്ടോ. സൂകരം എന്ന് വെച്ചാൽ എന്താ? അത് പന്നി എന്നാണ് അർത്ഥം കേട്ടോ. പന്നി എന്നാണ് അർത്ഥം. അപ്പൊ ഈ മലയാളം ക്വസ്റ്റ്യൻസ് നമുക്ക് ഒന്നുകൂടി ഒന്ന് റിവിഷൻ ചെയ്യാം. കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക കേട്ടോ. കാപ്പ് കെട്ടുക എന്ന് പറഞ്ഞാൽ ഒരുങ്ങുക. എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്ന് വെച്ചാൽ സുകരം. എളുപ്പത്തിൽ ചെയ്യാവുന്നത് എന്താ? സുകരം, സുകരം അല്ലെ? സുകരമാണ്. അഞ്ജനമാർക്ക് അനുഷ്ഠാന കർമ്മങ്ങൾ ഉണ്ടോ? ഇതേ അർത്ഥം വരുന്ന ഒരു പഴഞ്ചൊല്ലാണ് കാട്ടുകോഴിക്കുണ്ടോ മകരസംക്രാന്തി കേട്ടോ. ഓക്കെ. ഇനി വിധവ. വിധവ എന്നതിന്റെ ഓപ്പോസിറ്റ് എതിർലിംഗാണ് എന്ത്? വിധവ എന്നതിന്റെ എതിർലിംഗാണ് എന്ത്? വിധുരൻ, വിധുരൻ, വിധുരൻ. ഇനി താമസം എന്ന വേർഡിന് എന്താണ്? ഇരുട്ട്, പാമ്പ്, മൂങ്ങ, തമോ ഗുണം എന്നീ അർത്ഥങ്ങളുണ്ട് കേട്ടോ. ഇരുട്ട്, പാമ്പ്, തമോ ഗുണം, മൂങ്ങ. പാമ്പ്, മൂങ്ങ, തമോ ഗുണം, ഇരുട്ട്. ഓക്കെ. ഇനി വേറെ എന്തായിരുന്നു? കുതിരയുടെ മറ്റു ചില പദങ്ങളാണ് അർവാവ്, കിങ്കിരം, അതുപോലെ സപ്തി കേട്ടോ. സപ്തി, സപ്തി. നമ്മൾ സപ്തം എന്നൊക്കെ എഴുതില്ലേ? സപ്തമി എന്നൊക്കെ എഴുതില്ലേ? അതുപോലെ സപ്തി, സപ്തി. ഓക്കെ. അർവാവ്, കിങ്കിരം, സപ്തി. ഓക്കെ. സപ്തി. അതിന് ആ ഒരു ഇത് മുറുക്കം മാറ്റിയിട്ട് ഒരു വള്ളി ഇട്ടാൽ ശരിയായി. സപ്തി, സപ്തി. ഓക്കെ. അപ്പൊ അർവാവ്, കിങ്കിരം, സപ്തി എന്ന് പറഞ്ഞാല് എന്താ? കുതിരയാണ് കേട്ടോ. ആച്ഛാദനം എന്ന പദം എങ്ങനെ എഴുതും? ആച്ഛാദനം എന്ന പദം എങ്ങനെയാണ് എഴുതുന്നത്? അച്ഛന്റെ ഛായാണ് കേട്ടോ. അത് ഓർത്തു വെച്ചോ. അച്ഛൻ, അച്ഛൻ എന്ന് എഴുതുമ്പോൾ ഉപയോഗിക്കുന്ന ആ ഛായില്ലേ, അതാണ് ആച്ഛാദനം. ആച്ഛാദനം. ഓക്കെ. അപ്പൊ നമ്മുടെ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾ ചെയ്തു. ഇംഗ്ലീഷ് ക്വസ്റ്റ്യനും കണക്ക് ക്വസ്റ്റ്യനും സ്പെഷ്യൽ ടോപ്പിക് ഒഴിച്ചുള്ള ബാക്കി എല്ലാ ക്വസ്റ്റ്യനും നമ്മൾ ചെയ്തു. അപ്പൊ ഓക്കെ, താങ്ക് യു. ഓക്കെ, താങ്ക് യു. ബൈ. ഗുഡ് നൈറ്റ്.